السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. ആദരവ് നിറഞ്ഞ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മസ്ജിദുകളിൽ ഒന്നിലുള്ള നമ്മുടെ ഇരുത്തത്തെ, സംസാരത്തെ, കേൾവിയെ നാളെ റബ്ബിന്റെ സ്വർഗം നാം ഓരോരുത്തർക്കും പ്രതിഫലമായി ലഭിക്കാൻ സഹായകമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു തആല നിറവേറ്റി തരുമാറാകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നമ്മയൊക്കെ കരകയറ്റുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഇഷ്ടം അത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാകില്ല. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പരസ്പരമുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനും തൃപ്തിക്കുമൊക്കെ നമ്മൾ പലപ്പോഴും വലിയ താല്പര്യം കാണിക്കാറുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം, ഇണകളുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, സുഹൃത്തുക്കളുടെ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം, ഇതൊക്കെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ ഏറ്റവും പ്രധാനം, ഇഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം കൈവരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹുവും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്തൊക്കെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അള്ളാന്റെ തൃപ്തിയും അവന്റെ ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് ലഭിക്കാൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അനുധാവനം ചെയ്താൽ മതി. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അക്കാരണം കൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മലായികത്തുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഇത് നബി പഠിപ്പിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ നാദ ജിബ്രീൽ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ വിളിച്ചറിയിക്കും, തീർച്ചയായും അല്ലാഹു എന്നെയാളെ ഇഷ്ടപ്പെടുന്നു, അതിനാൽ താങ്കളും അയാൾ ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാൾ ഇഷ്ടപ്പെടും. കാരണം അല്ലാഹു പറഞ്ഞു അയാൾ ഇഷ്ടപ്പെടാൻ, അതുകൊണ്ട് ജിബ്രീലും അയാൾ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ് സമാ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ. അപ്പോൾ ജിബ്രീൽ ആകാശലോകത്തുള്ളവരോടായി വിളിച്ചു പറയുകയും ചെയ്യും, അല്ലാഹു ഇന്നയാളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുവിൻ. അപ്പോൾ ആകാശലോകത്തുള്ളവരെല്ലാം അയാൾ ഇഷ്ടപ്പെടും.
പിന്നീട് ഭൂമി അയാൾക്ക് സ്വീകാര്യത ഉണ്ടാക്കപ്പെടുന്നു എന്നാണ്. അഥവാ ഭൂമിയിൽ അള്ളാഹു തആല അയാൾക്ക് സ്വീകാര്യത ഉണ്ടാക്കും. കാരണം അള്ളാഹു അയാളെ ഇഷ്ടപ്പെട്ടു, ജിബ്രീൽ അയാളെ ഇഷ്ടപ്പെട്ടു, മലക്കുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെട്ടു. അതിനാൽ ഭൂമിയിലുള്ളവരിലും അയാൾക്ക് സ്വീകാര്യത ഉണ്ടാകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും നമുക്ക് ലഭിക്കാൻ സഹായകമായ മാർഗങ്ങൾ അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് മാത്രം ഞാനിങ്ങനെ ഓർഡർ ഇട്ട് പറയാണ്. ഒന്നാമത്തത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം സംഭവിച്ചാൽ മനസ്സിലുണ്ടാകുന്ന വേദനയും ആ കുറ്റബോധവും തിന്മ ഒഴിവാക്കലും അള്ളാഹുവിങ്കിലേക്ക് മടങ്ങലുമാകുന്നു തൗബ എന്ന് പറയുന്നത്. അങ്ങനെ തൗബ ചെയ്യുന്ന ആളുകളുടെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വഅസ്ലഹ ഫഇന്നല്ലാഹ യതൂബു അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാൽ അക്രമം ചെയ്തു പോയതിനു ശേഷം ആരെങ്കിലും പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹു തആല അവന്റെ തൗബ സ്വീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും അത്രയെന്നാണ്. ഇത് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗബ ചെയ്യുന്ന, പാപമോചനം ചെയ്യുന്ന, അതുപോലെ പശ്ചാത്തപിക്കുന്ന ഒരാളെ പറ്റി, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണെന്ന്. അപ്പൊ അത്രത്തോളം തൗബ അവസരവും സന്ദർഭവും സാഹചര്യവും അള്ളാഹു തആല നൽകാണ്. എന്തിന്? ആ തൗബ അള്ളാഹു സ്വീകരിക്കും, മനുഷ്യന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മം എന്താന്ന് വെച്ചാല്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ നിന്നെല്ലാം മടങ്ങി തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നതാണ്. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തൗബ ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ നമുക്കത് മാത്രം പിന്നീട് വിശദീകരിക്കേണ്ടതുണ്ട്. ആ തൗബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. തൗബ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. തീർച്ചയായും അല്ലാഹു തആല പശ്ചാത്തപിക്കുന്നവരെ, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ 222-ാമത്തെ ആയത്ത്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. നമ്മൾ തൗബ ചെയ്യുന്നവരാകണം. ആ തൗബ ചെയ്യുന്നതിലൂടെ ദുനിയവിയും ഉഖ്റവിയുമായ ധാരാളം ഗുണങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ട്. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഈ ഒരു സന്ദർഭം അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോവല്ല. ഇവിടെ നമ്മളെ വിഷയം അതല്ലല്ലോ. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ, തൗബ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹുബ്ബ്, അവന്റെ ഇഷ്ടം, അത് കിട്ടുമെന്ന് അല്ലാഹു തആല ഖണ്ഡിതമായി പറയാണ്. അതിന്റെ കൂടെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യമാണ് വയുഹിബ്ബുൽ മുതതഹിരീൻ. അതാ നമുക്ക് ഇന്ന് രണ്ടാമത് പഠിക്കാനുള്ളത്. ത്വഹാറ, ആന്തരികവും ആത്മീയവുമായ എല്ലാ നിലക്കുമുള്ള ശുചീകരണം. യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ത്വഹാറത്ത് പാലിക്കുന്നവരെ, ശുചിത്വം പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. നമ്മൾ പറയുന്ന കുറെ ശുചിത്വങ്ങളുണ്ട്. വ്യക്തി ശുചിത്വം, വസ്ത്രശുചിത്വം, പരിസര ശുചിത്വം, ഇങ്ങനെ കുറെ ശുചിത്വങ്ങളുണ്ട്. ഇതെല്ലാം ഇസ്ലാം കർക്കശമായി നിർദ്ദേശിച്ച കാര്യങ്ങളാണ്. ശുചിത്വം എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം കൽപ്പിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മാലിന്യങ്ങളാണ് പാപങ്ങൾ.
ഉള്ളും പുറവും കേടുവരുത്തുന്ന മാലിന്യങ്ങളാണ് പാപങ്ങൾ. ആ പാപങ്ങളിൽ നിന്നുള്ള പശ്ചാത്താപമാണ് ശുദ്ധീകരണം. അങ്ങനെ ശുദ്ധീകരിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഭൗതികമായും ശുചിത്വം പാലിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇത് തൗബ ആത്മശുചിത്വമാണെങ്കിൽ, നഫ്സിനെ ശുചീകരിക്കലാണെങ്കിൽ മറ്റു ശുചിത്വ മാർഗങ്ങളുണ്ട് ഭൗതികമായി. ഇപ്പൊ നമ്മൾ കുളിക്കുക, വുളു എടുക്കുക. ഇസ്ലാമിൽ ത്വഹാറത്ത് എന്ന ബാബ് അധ്യായം ചർച്ച ചെയ്യുന്നിടത്ത് പ്രധാനമായി 2 കാര്യം വരിക. ഒന്ന് കുളിയും, മറ്റൊന്ന് വുളുവാണ്. ഈ 2 കാര്യം ത്വഹാറത്തിന്റെ ബാബിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യും. അതിനെക്കുറിച്ചാണ് പറഞ്ഞത് വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ശുദ്ധി കൈവരിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതുപോലെ വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ, ശുചിത്വം പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു ദർറത്തിന്റെ അത്ര കിബർ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്ത് പ്രവേശിക്കില്ല. ഖാല റജുലുൻ, അപ്പോൾ ഒരാൾ വന്നു ചോദിച്ചു, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന. ഒരാൾ തന്റെ വസ്ത്രവും ചെരുപ്പും ഭംഗിയുള്ളതാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നബിയെ കിബറിൽപ്പെട്ടതാണോ, അഹങ്കാരത്തിൽപ്പെട്ട? നല്ല വസ്ത്രം ധരിക്കുക, നല്ല ചെരുപ്പ് ധരിക്കുക, ഇതൊക്കെ അഹങ്കാരാകോ? ഖാല, അപ്പൊ നബി അതിന് ഉത്തരം പറഞ്ഞത്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. അപ്പൊ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള, അത് ഇസ്ലാം പഠിപ്പിച്ച ഭംഗിയുണ്ട്. പാടില്ല എന്ന് പറഞ്ഞത് പറ്റൂല. പുരുഷന് വള ധരിച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവും. പുരുഷൻ ഒരു പക്ഷെ പട്ട് ധരിച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷെ ആ ഭംഗി പറ്റൂല, അള്ളാഹു ഹറാമാക്കിയ ഭംഗി പറ്റൂല. എന്നതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചും ചില നിരോധിച്ച കാര്യങ്ങളുണ്ട്, അത് പറ്റൂല. അതല്ലാതെ ഭംഗിയുള്ളൊരു വസ്ത്രം, ഒരു പുരുഷൻ ഒരു ഭംഗിയുള്ളൊരു ഷർട്ട് ധരിച്ചു, അല്ലെങ്കിൽ ഒരു ജുബ്ബ ധരിച്ചു, അല്ലെങ്കിൽ ഒരു നീളം കുപ്പായം ധരിച്ചു, കന്തൂറ അല്ലെങ്കിൽ ജിസ്താശ എന്നൊക്കെ പേരിൽ ഓരോ നാട്ടിൽ ഓരോ പേരാ പറയാം, ധരിച്ചു. ഞെരിയാടിക്ക് മുകളിൽ ഒരാൾ വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയുള്ളൊരു വസ്ത്രമാണ്, അതൊരിക്കലും അഹങ്കാരത്തിൽപ്പെട്ടതല്ല. നല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് വില കൂടിയ ഭംഗിയുള്ള ഒരു ചെരുപ്പ് ധരിച്ചാൽ അതെന്തല്ല, അത് ശുചിത്വത്തിന്റെ ഭാഗമാണ്, ഒരിക്കലും അത് കിബറിന്റെ ഭാഗമല്ല. അതവിടെ പറഞ്ഞത് അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു എന്നാണ്. പക്ഷെ ഈ ഹദീത്തിന്റെ കഷ്ണം മാത്രം എടുത്തിട്ട് ചില ആൾക്കാർ താടി വടിക്കാനും മീശ വടിക്കാനൊക്കെ തെളിവാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഷേവ്. കാരണം ക്ലീൻ ഷേവ് ആണ് ഭംഗി എന്നാണോ മനസ്സിലാക്കിയത്. സത്യത്തിൽ അത് കോലക്കേടാണ്. ഹദീത്തിൽ വന്നിട്ടുണ്ടത് അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിക്ക് കൃത്രിമത്വം വരുത്തുക, കോലമാറ്റം വരുത്തുക, അത് ശൈത്താൻ അങ്ങനെ കൽപ്പിക്കുന്നതാണ്. കോലമാറ്റം വരുത്താൻ താടി വടിപ്പിക്കുന്നത് പിശാചാണ്. ആ ചർച്ച വലിയ ചർച്ച കേട്ടോ, ഞാൻ എവിടെയൊക്കെ പോയല്ല. അത് പോയാൽ ചിലപ്പോ നമ്മളെന്നെ അന്തം വിട്ടു പോകും, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടോ തോന്നിപ്പോ. അള്ളാഹു തന്ന ഫിത്രത്തിൽ മാറ്റം വരുത്താൻ ശൈത്താൻ കൽപ്പിക്കും. അങ്ങനെ അവൻ പുരുഷനിലും ഇടപെടും, സ്ത്രീകളിലും ഇടപെടും. അവിടെ അള്ളാഹു ഹലാലും ഹറാമുമാക്കിയതിനെ മറികടക്കാൻ ശൈത്താൻ ഉപദേശങ്ങൾ നൽകും. അപ്പൊ മനുഷ്യനാകെ പിടുത്തം വിട്ടുപോകും. അത് വേറെ ലോകമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വിഷയം പറഞ്ഞതെന്ന് വെച്ചാല് എല്ലാ നിലക്കും ഭൗതികമായി നമ്മുടെ വസ്ത്രം, നമ്മുടെ താമസം, നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ, നമ്മുടെ അടുക്കള, ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും വാഹനം എല്ലാം ഭംഗിയുള്ളതാക്കുക, വൃത്തിയുള്ളതാക്കുക എന്നത് ഇസ്ലാമികമായി വളരെ നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല യുഹിബ്ബുൽ മുത്തഹിരീൻ എന്ന് പറഞ്ഞല്ലോ, ത്വഹാറത്ത് പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അതുകൊണ്ട് അത് പ്രധാനമാണ്. ശരിക്കും നമ്മുടെ വസ്ത്രമൊക്കെ നല്ല ഭംഗിയുണ്ടാവും, നമ്മൾ നല്ല കുളിച്ച് വൃത്തിയായിട്ടുണ്ടാവും, നമ്മൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പരിസരം വളരെ മോശമാണെങ്കിൽ അത് ആ മനുഷ്യനാണ് അളക്കുക. ആരെയാണോ അയാളെ അളക്കുക. അപ്പൊ എന്നെയാണ് കാണുന്നതെങ്കിൽ, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഒരു പ്രദേശം, എന്റെ വീട്, എന്റെ പരിസരം, ഞാൻ താമസിക്കുന്ന റൂം, ആ റൂം കണ്ടറിയാം എനിക്ക് എത്രത്തോളം ശുചിത്വമുണ്ടോ ശുചിത്വമല്ലേ. എത്ര കണ്ട് ശുചിത്വമുണ്ടോ അത്ര കണ്ട് നമ്മൾ ശുചിത്വം പാലിക്കുന്നവരാണ്. എത്ര കണ്ട് അവിടെ ശുചിത്വമില്ലേ, നമ്മളെ മാത്രം, ബോഡിയെ മാത്രം ശുചിത്വം ചെയ്യുന്നവരാണ്, പരിസരത്തെ ശ്രദ്ധിക്കാത്തവർ. അത് ശരിക്കും അപകടമാണ്.
കാരണം നമ്മുടെ ശരീരം മാത്രം പോരാ, നമ്മുടെ വസ്ത്രം മാത്രം പോരാ, നമ്മുടെ പരിസരവും നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കണം. അത് പെണ്ണുങ്ങൾ മാത്രം പണിയല്ല. ആൾക്ക് വിചാരിച്ചതൊക്കെ പെണ്ണുങ്ങൾക്കുള്ള പണിയാണ്. ചില ആൾക്കാർ ഇത് പെണ്ണുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതൊക്കെ പെണ്ണുങ്ങളുടെ സെക്ഷനാണ്, അവിടെ നമ്മൾ കൈകാര്യം ചെയ്യില്ല എന്നാണ് പറയും ഭയങ്കര അഭിമാനത്തോടു കൂടി. അത് അഭിമാനമല്ല, ശരിക്ക് അതൊരു അലങ്കോലാണ്, അതൊരു വിവരല്ലായ്മയാണ്, ജഹലാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായി പണ്ഡിതന്മാർ എണ്ണിയത് മൂന്നാമത്, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. നന്മ ചെയ്യുന്ന ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. നന്മ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, നിസ്കരിക്കാൻ മടിയുള്ള ഒരാള്, അയാൾ നിസ്കരിക്കുന്ന ആളെ അയാൾക്ക് ഇഷ്ടമായിരിക്കും. കള്ളുടിക്കാത്ത ഒരാളെ കള്ളു കുടിക്കുന്ന ആൾക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കൂടെ ജീവിക്കുന്ന ആളാണ്, അവർക്ക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. ഡ്രഗിന് അടിമപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചാല് അവര് പറയാ, അള്ളാഹു താല ഒരർത്ഥത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയാണ്. കാരണം എന്താ? ഞങ്ങളോ വന്ന് ചാടി. അവർക്ക് ആഗ്രഹമുണ്ട്, മടങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്. പലപ്പോഴും അവരുടെ ശരീരത്തിൽ ഇത് വല്ലാതെ ഓവറായി, രക്തത്തിൽ മുഴുവൻ അത് അലിഞ്ഞു ചേർന്നു. ഇനി അത് റിക്കവർ ചെയ്ത് വരാൻ കുറെ സമയം എടുക്കും. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക, നന്മ ചെയ്യുന്നവരെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടും. നന്മ ചെയ്യുന്നവരെല്ലാവരും ഇഷ്ടപ്പെടും. വിശിഷ്യ റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. എന്താ റബ്ബ് പറഞ്ഞറിയോ? وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവ് ചെയ്യുക, റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. പിശുക്കും അലസതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത്. എത്രത്തോളം? വഅഹ്സിനൂ, നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തു അൽ ബഖറ 195-ാമത്തെ ആയത്ത്. അള്ളാഹു തആല നന്മ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഒരിടത്ത് വീണ്ടും അല്ലാഹു ആവർത്തിക്കുന്നുണ്ട്. തൊട്ടധ്യായം 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാൻ 134-ാമത്തെ ആയത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതെങ്കിലും ഒരു ശൈഖിന്റെ ഖൗലല്ല, അള്ളാഹുവിന്റെ ഖൗലാണ്. ഏതെങ്കിലും ഒരു കിതാബിൽ അഹ്ലുസുന്നത്തിന്റെ ഏതെങ്കിലും ഇമാമിങ്ങൾ എഴുതി വെച്ചതല്ല. റബ്ബുൽ ഇസ്സത്ത് അവന്റെ കിതാബിൽ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ഒന്നാമത്തെ ദലീൽ, പ്രമാണം, ഹുജ്ജത്ത്, ബുർഹാൻ ഖുർആനാണ്. 2 സഹീഹായ ഹദീസുകളാണ്. 3 അഖ്വാലു സലഫ് സ്വാലിഹ് ഫഹും സലഫ്. ഇത് ഒന്നാമത്തെ ഹുജ്ജത്താണ്, ഒന്നാമത്തെ ദലീലാണ്, ഖുർആനാണ്. എന്തായത്? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والله يحب المحسنين. അല്ലാഹു തആല പറയാണ്, സന്തോഷത്തിന്റെ അവസ്ഥയിലും വിഷമാവസ്ഥയിലും സദഖ ചെയ്യുകയും കോപം ഒതുക്കി വെക്കുകയും മനുഷ്യർക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്ക് വേണ്ടി. എന്നിട്ട് അല്ലാഹു തആല അത് സൽക്കർമ്മമായി എടുത്തു പറയാണ്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഇങ്ങനെയുള്ള സൽക്കർമ്മകാരികളെ അല്ലാഹു സ്നേഹിക്കുന്നു എന്നാണ്. എന്തൊക്കെ സൽക്കർമ്മങ്ങളാ? 1 സദഖയാണ്, 2 കോപത്തെ ഒതുക്കി വെക്കലാണ്, 3 മനുഷ്യർക്ക് മാപ്പ് നൽകലാണ്. ഇത് സൽക്കർമ്മമാണ്. അതുപോലെ നിരവധി സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു, അല്ലാഹു അവരെ സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നന്മകൾ, ആ നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കാൻ സഹായകമാകും. എന്തൊക്കെ നന്മകളുണ്ട്? ഒരുപാട് നന്മകളുണ്ട്. നന്മകൾ വിശാലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. പുണ്യകർമ്മങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വരിഖിൻ. അത് എത്രത്തോളമാകട്ടെ, മുഖപ്രസന്നതയോടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ സഹോദരനെ കണ്ടുമുട്ടുക എന്നതാണെങ്കിലും ശരി, അതെന്താണ്? പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരി പോലും സദഖയാണെന്നാണ്. മുഖപ്രസന്നത,
നല്ലൊരു മുഖം. ഇന്ന് ആളുകൾ ഒരു ഹാലാണ്, ഒരു പോക്കാണ്. ആ പോക്കിൽ ആരെയും കണ്ടിട്ടുണ്ടാവില്ല, സലാം കേട്ടിട്ടുണ്ടാവില്ല, പറഞ്ഞ മുഴുവൻ മടക്കിയിട്ടുണ്ടാവില്ല, ഇനി മടക്കിയാൽ തന്നെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല, മുസാഫത്ത് ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്താൽ തന്നെ ഗാംഭീര്യം വിട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ ആലോചിക്കോ, ഓനാരപ്പോ, ഞാൻ എന്തിനാ പോനോട് സലാം പറയണത്, ഞാൻ എന്തിനാ പോനോട് ചിരിക്കണത് എന്നൊക്കെയുള്ള ധാരണകൾ. കാരണം എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടെങ്കിൽ മാത്രമേ ചിരിക്കേണ്ടതുള്ളൂ, എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചുണ്ടെങ്കിൽ മാത്രമേ ഒരാളോട് സൗമ്യമായി പെരുമാറേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത്. നാടോടുമ്പോ നടുവിടാന്നറിയില്ലേ, നമ്മളും അറിയാതെ അങ്ങനെ ആയിപ്പോവാണ്. മൂല്യങ്ങളെ മുറുകെ പിടിക്കേണ്ട നമ്മളും അങ്ങനെ ആയിപ്പോവാണ്. അല്ലാഹുൽ മുസ്തആൻ. എന്തിന്? അവനവന്റെ പെണ്ണുങ്ങളെ മുഖത്തൊക്കെ ഇട്ട് പോലും ഒന്ന് പുഞ്ചിരിക്കാൻ മടിയുള്ള ഒരു കാലഘട്ടം. സ്വന്തം ഭാര്യനോട് പുഞ്ചിരിക്കാൻ, സ്വന്തം ഉമ്മാനോടൊന്ന് പുഞ്ചിരിക്കാൻ, അവനെന്റെ ഉപ്പാനോടൊന്ന് പുഞ്ചിരിക്കാൻ, കുടുംബ കൂട്ടുബന്ധങ്ങളിൽപ്പെട്ടവരോടൊന്ന് പുഞ്ചിരിക്കാൻ, കുഞ്ഞു മക്കളോടൊന്ന് പുഞ്ചിരിക്കാൻ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. ഇവിടെ വരുമ്പോ നിങ്ങൾ ആലോചിച്ചേക്ക്, ഇവിടെ കുറെ മക്കൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ മക്കള് കുറെ മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്. വരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? ഇതൊരു ശീലാക്കണം. ഞാൻ പറയാണ്, ഇപ്പൊ ഞാനോ എപ്പോഴും കാണും, നമ്മളൊരു മുസാഫത്ത് ചെയ്യാ, സലാം പറയാ, മുസാഫത്ത് ചെയ്യാ, തലയിലൊക്കെ ഒന്ന് കഴിച്ച് എന്തൊക്കെ വർത്താനം ഉഷാറായിട്ട് പഠിക്കണില്ലേ, നിങ്ങളും ചോദിച്ചോക്ക്. ഒരു 10 തവണ നിങ്ങളിത് ആവർത്തിച്ചോക്കി. അവരിൽ മാറ്റം ഉണ്ടാവും, പോസിറ്റീവ് എനർജി ഉണ്ടാവും. പക്ഷെ നമ്മളിൽ ഒരു എനർജി ഉണ്ടാവും. ഈ ഖസ്വത്തുൽ ഖൽബ് ഉണ്ടല്ലോ, ഹൃദയകാഠിന്യം, ഹൃദയകാഠിന്യത്തെ അകറ്റാൻ വേണ്ടിയുള്ള മാർഗത്തെക്കുറിച്ച് ചോദിക്കുന്നിടത്ത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? അത് അഹ്ലുസുന്നന്റെ ഇമാമിങ്ങളൊക്കെ അത് കൂട്ടിയിട്ടുണ്ട് അവരുടെ കിതാബുകളിൽ. നീ അനാഥയുടെ തലയിൽ തലോടുക എന്നാണ്. അനാഥയെ തലോടുക എന്നാണ്. അനാഥയെ തലോടുക. ആരാ അനാഥ? ബാപ്പ മരിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളെ പരിസരത്തുള്ള കുഞ്ഞു മക്കളിലെ, ചെറിയ മക്കളാകുമ്പോ താടിമലോ അല്ലെങ്കിൽ തലമലൊക്കെ തട്ടി എന്താ കുഞ്ഞ് വർത്താനം എന്നൊക്കെ ചോദിച്ചാല്, അല്ലെങ്കിൽ കയ്യൊക്കെ പിടിച്ചാല്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് നബി സ്വീകരിച്ച നിലപാട് എങ്ങനെയാണ്? അതാ അനസ് ബിൻ മാലിക് കണ്ടുപിടിച്ച്. അനസ് റളിയല്ലാഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രാമത്ത് കൂടി ഒരു സെന്ററിലൂടെ പോകുമ്പോൾ കുറെ കുട്ടികൾ കളിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും എന്നറിയും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെയായിരുന്നു നബി പ്രവർത്തിച്ചിരുന്നത്. ആര്? ലോകത്തിന്റെ നേതാവ് കുട്ടികളെ പരിഗണിക്കുമായിരുന്നു എന്നാണ്, സ്ത്രീകളെ പരിഗണിക്കുമായിരുന്നു എന്നാണ്, അശരണരെയും ദുർബലരെയും മൊത്തത്തിൽ ളുഅഫാക്കളെ പരിഗണിക്കുമായിരുന്നു എന്നാണ്. നമ്മളും പരിഗണിക്കണം. പ്രത്യേകിച്ച് മുവഹിദീങ്ങൾ പരസ്പരം ഒരു പുഞ്ചിരിയും ഒരു ആത്മബന്ധമൊക്കെ അനിവാര്യമാണ്. ഓന്റെ സങ്കടം നമ്മൾ അറിയണം, ഓന്റെ സങ്കടം നമ്മളറിയാം. നമ്മളത് ഓനോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഓൻ്റെത് നമ്മൾ അറിയണം. ആശ്വാസം നൽകാൻ സാമ്പത്തികമായി നമുക്ക് കഴിയില്ലെങ്കിലും മാനസികമായിട്ടെങ്കിലും ഒരു നല്ല വാക്ക് പറയാലോ, ഒന്നുമില്ല പ്രാർത്ഥിക്കാലോ, അള്ളാഹു എല്ലാ പ്രയാസവും ദൂരീകരിക്കട്ടെ. അത് ആശ്വാസമാണ്. അതുകൊണ്ട് ആശ്വസിപ്പിക്കുക. അതൊക്കെ പുണ്യങ്ങളാണ്. പുണ്യങ്ങളുടെ ലിസ്റ്റ് എഴുതിയുണ്ടല്ലോ, നമ്മൾ തരിച്ചു. കാരണം അമലു സ്വാലിഹാത്തുകൾ ഒന്നാമത്തെ തൗഹീദാണ്. നമ്മളിന്ന് ഖുതുബയിൽ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഒന്നാമത്തെ തൗഹീദാണ്. അവിടെ നിങ്ങോട്ട് എന്താ പറയാ, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞതടക്കം എത്രയാ എണ്ണിയാ തീരാത്തത്ര പുണ്യങ്ങളാണ്. അപ്പൊ നമ്മള് പുണ്യങ്ങളിൽ ഒന്നിനെയും നിസ്സാരാക്കരുതെന്ന് പറയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. എല്ലാം കഴിവിന്റെ പരമാവധി. ചെറുതാണ്, പലതും ചെറുതാണ്. എത്ര ചെറുതൊക്കെ ഉണ്ടെന്ന് നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും ഉണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ടൊക്കെ അയൽപ്പക്കങ്ങളിൽ സ്ത്രീകൾക്ക് അറിയായിരുന്നു. നമ്മളവിടെയൊക്കെ എപ്പോഴും ഉണ്ട്. കാരണം മതിലുകളൊന്നും വീടിനുണ്ടാവില്ല. അതത്ര മതിലുകൾ ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് നല്ലതും ഉണ്ടായി എന്ന് വെച്ച് മോശമൊന്നും അല്ല ഈ പറയണത്. പഴയ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും നമ്മുടെ പരിസരത്തൊക്കെ മതിൽ കുറവാ, കുറച്ച് ഭാഗം കിട്ടിയെന്നല്ലാതെ മുഴുവനൊന്നും കിട്ടൂല. അപ്പൊ അയൽവാസികളിട്ടൊരു വേലിയുടെ ബന്ധം ഉണ്ടാവുള്ളൂ. അതിലൊരു ഷെറുണ്ട്, ഒരു ഹൈറും ഉണ്ട്. ഷെറ് എന്താ വെച്ചാല് ഇങ്ങനെ നോക്കിയ പോലെ കാണാൻ പറ്റും, അതാ ഷെറ്. അന്യരുടെ വീട്ടിലേക്ക് നമ്മൾ നോക്കിയേ കാണും. പക്ഷെ ഹൈർ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകൾക്ക് അവരായിട്ടൊരു ബന്ധം പുലർത്താൻ എളുപ്പമുണ്ട്. ആണുങ്ങൾക്ക് അത് ഷെറാണ്, അവിടുത്തെ സ്ത്രീകൾക്കും. പക്ഷെ പെണ്ണുങ്ങൾക്ക് പരസ്പരം ഒരു ഹൈറാണ്. അതിന്റെ വശങ്ങൾ വേറെയുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും ഇവിടുന്ന്, എന്താ നബീസ് ഒന്നെന്താ അവിടെ? അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചറിയും. നബീസും ആയിഷയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് തൊട്ടപ്പുറത്തെ പാത്തുമ്മയും ഖദീജയും കേട്ടിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോഴേക്കും 4 പേരെയൊന്നും സാധനം ഒരിടത്തെത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്തോ അതൊക്കെ കേൾക്കുക എന്നല്ലാതെ ഒന്നും അറിയില്ല. ഇന്നത്തെ കാലത്ത് അതിലേറെ സുഖം, ആരും അറിയില്ല. വലത്തെ കൈ കൊടുത്തത് ഇടത്തെ കൈ പോലും അറിയില്ല. ഫോണിൽ കൂടി ചോദിക്കാം, എന്താ അവിടെ ഉള്ളത്? എന്നാ സാധനമാണ് കൊടുത്തു വിടട്ടോ. അപ്പൊ അങ്ങോട്ട് കൊടുത്തു വിടുമ്പോ എന്തായാലും ആ പാത്രം തിരിച്ചു പോകുമ്പോ അതിലെന്തെങ്കിലും ഉണ്ടാവും, അല്ലേ?
ആ പാത്രത്തിൽ തിരിച്ചെന്തെങ്കിലും അങ്ങോട്ടുണ്ടാവും. ഞാനത് ഈ അടുത്ത് മിനിഞ്ഞാന്ന് ഞാൻ കണ്ടു. അതുപോലെ അങ്ങോട്ട് കൊടുത്തുപോയ സാധനം, ഇങ്ങോട്ടൊരു സാധനം വന്നപ്പോൾ അങ്ങനെ പാത്രം കൊടുത്തുവിടാ, എന്നിട്ട് ആ സാധനം കൂട്ടിയിട്ട് അതിനകത്ത് കുറച്ച് ജീരക്കഞ്ഞാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തുവിടാണ്. സുബ്ഹാനക്കെ ആദി ഒക്കെ കുറേശ്ശെ, എല്ലായിടത്തും കുറേശ്ശെ. ഭയങ്കര രസമാണ് അതൊക്കെ, മനസ്സിന് ഭയങ്കര റാഹത്താണ്. പല വീട്ടിലെ ഭക്ഷണം ഒരു വീട്ടിൽ, പല വീടിന്റെ സ്നേഹം ഒരു പുരയില്, പല വീട്ടിലെ പ്രാർത്ഥനകൾ ഒരിടത്ത്. ഇതൊക്കെ വലിയ അനുഭൂതികളായിരുന്നു, വലിയ ലാഭമായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അമല് കുറഞ്ഞു പോയി. അതാ പ്രശ്നമായത്. അമലുകളാണ് പ്രധാനം. അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. ഇങ്ങനെ നന്മകൾ വിശാലാണെന്നാണ് ചുരുക്കി പറയുന്നത്. അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകപ്പെടും. നന്മ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തൃപ്തിപ്പെടുന്നുണ്ട്. കുറച്ച് പറഞ്ഞു പോകണം. നാലാമത്തെ ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാൻ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, തഖ്വ പാലിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനുള്ളൊരു കാര്യമാണ്. റബ്ബ് പറഞ്ഞ വാക്കെന്തറിയോ? സൂറത്ത് ബഖറ 76-ാമത്തെ ആയത്തിൽ, ബലാ മൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അതെ, ഏതൊരുവൻ തന്റെ കരാർ നിറവേറ്റുകയും തഖ്വ പാലിക്കുകയും ചെയ്തുവോ എന്നാൽ ആ തഖ്വ പാലിക്കുന്നവരെ നിശ്ചയമായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. രണ്ട് അമലാണ് ഇതിനകത്ത്. ഒന്ന് കരാറ് പാലനം, രണ്ട് തഖ്വ. തഖ്വയുള്ളവനെ കരാറ് പാലിക്കാൻ പറ്റുമോ? അത് മറ്റൊരു വിഷയം. അപ്പൊ തഖ്വയുള്ളവന്റെ മെച്ചെന്താണ്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. തഖ്വയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഈ ആയത്തിനെ വിരിക്ക് നിർത്തി ഇമാം തൊബീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന് അവൻ വിരോധിച്ചതും ഹറാമാക്കിയതുമായ കാര്യങ്ങൾ വെടിയുകയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അഥവാ തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്, ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹി. അള്ളാഹ് കൽപ്പിച്ചതിനെ കൊണ്ടുവരിക, വിരോധിച്ചതിനെ വെടിയ. അതാണ് തഖ്വ. ഈ തഖ്വയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണ്. ഇത് റബ്ബ് പിന്നെയും പറയുന്നുണ്ട് പല ഭാഗത്തും, 1-2 സ്ഥലത്തൊന്നല്ല. സൂറത്ത് തൗബയുടെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് തൗബയുടെ 7-ാമത്തെ ആയത്തിലും ഒരു സൂറത്തിൽ 2 അല്ലാഹു തആല അതേ വിഷയം പറഞ്ഞു. അവിടെ ചില സന്ദർഭങ്ങളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എന്താ അല്ലാഹു പറഞ്ഞറിയോ? ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീന ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا فأتموا إليهم عهدهم إلى مدتهم إن الله يحب المتقين. എന്നാൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കരാറിൽ ഏർപ്പെടുകയും എന്നിട്ട് നിങ്ങളോട് ആ കരാർ പാലിക്കുന്നതിൽ യാതൊരു ന്യൂനതയും വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരിൽ ആർക്കും സഹായം നൽകാതിരിക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാണ്. ഒരു കാര്യം ഇങ്ങനെ പറയണം അല്ലാഹു തആല. നമുക്ക് ആ വിഷയം ഇവിടെ പറയാത്തെന്താ വെച്ചാൽ അത് വേറെ ചർച്ചയാണ്, വലിയൊരു ചർച്ചയാണ്. ഇനി പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവരോടുള്ള കരാർ അവരുടെ കാലാവധി വരെ നിങ്ങൾ നിറവേറ്റുക. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, തീർച്ചയായും അള്ളാഹു തഖ്വ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. തഖ്വയുള്ളവരിലെ കരാർ പാലനം ഉണ്ടാകൂ എന്നതാണ്. അതാണ് ഇതിൽ മർമ്മം. ഇതേ സംഗതി അല്ലാഹു വീണ്ടും പറയാണ്, കൈഫ യകൂനു ലിൽ മുശ്രികീന അഹദുൻ ഇൻദല്ലാഹ് വഇൻദ റസൂലിഹി ഇല്ലല്ലദീന ആഹദ്തും ഇൻദൽ മസ്ജിദിൽ ഹറാം ഫമസ്തഖാമു ലക്കും ഫസ്തഖീമു ലഹും. എങ്ങനെയാണ് ആ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ ദൂതന്റെ അടുക്കലും ഉടമ്പടി നിലനിൽക്കുക? നിങ്ങൾ ആരുമായി മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് വെച്ച് കരാറിൽ ഏർപ്പെട്ടു അവർക്കല്ലാതെ. എന്നാൽ അവർ നിങ്ങളോട് ശരിയായി വർത്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരോടും ശരിയായി വർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. തീർച്ചയായിട്ടും അല്ലാഹു തഖ്വ പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. 3 ആയത്തിൽ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത് മുത്തഖികളെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ നമ്മളെ റബ്ബ് ഇഷ്ടപ്പെടാൻ നമ്മൾ മുത്തഖികളാവുക എന്നതാണ്. മുത്തഖികളാവുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം കഴിവിന്റെ പരമാവധി. ഫത്തഖുല്ലാഹ മസ്തതഅതും. അള്ളാഹു വിലക്കിയവയെ കഴിവിന്റെ പരമാവധി വിലക്കുക എന്നല്ല, പിന്നെ പൂർണ്ണമായി വെടിയുക. സിനിമ ഹറാമാണ്, ഒന്നെ ഒഴിവാക്കുക.
സംഗീതം ഹറാമാണ്, അപ്പളെ ഒഴിവാക്കുക. പലിശ ഹറാമാണ്, തന്നെ ഒഴിവാക്കുക. അല്ലെ, എല്ലാം തിന്മകളൊക്കെ അപ്പോഴപ്പോൾ ഒഴിവാക്കുക, പിന്നൊക്കെ വെക്കരുത്. ഓ അങ്ങനെയായിരുന്നു അല്ലേ, ഞാനൊരു പണി ഈ ആഴ്ച കഴിയട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇല്ല, അങ്ങനെയല്ല. കേട്ട ഉടനെ, മനസ്സിലായ ഉടനെ അത് മാറ്റിവെക്കുക. അതാണ് ശരിക്കും തഖ്വ എന്നാണ്. ഞാനതിനൊരു സാധാരണഗതിയിൽ തഖ്വക്ക് ഉദാഹരണം പറയാറുണ്ട്. ചില ആളുകളൊക്കെ, നിങ്ങളൊക്കെ ചിലപ്പോ, പ്രത്യേകിച്ചും നമ്മൾ സ്വയം ആലോചിക്കുമ്പോ ഒക്കെ ചില കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കും, ചില കാര്യത്തിൽ തീരെ സൂക്ഷ്മത പാലിക്കൂല. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലൊക്കെ വളരെ പ്രയാസമാണ്. അത് അള്ളാഹു തആല നമുക്ക് എല്ലായിടത്തും സൂക്ഷ്മത പാലിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി മസ്ജിദുൻ നബവി ഒരു ഖൈമ പോലെ, ടെന്റ് പോലെയാണ്. ആ പള്ളിയുടെ ഒരു ഓരത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തെ പള്ളിയുടെ ഒരു ഓരത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഈന്തപ്പഴം കൂട്ടിയിട്ടിട്ടുണ്ട്. ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ അത് സക്കാത്തിന്റെ ഓഹരിയായി അവിടെ കൊണ്ടുവന്നിട്ടതാണ്. അത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കണം. ചെറിയ കുട്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളിൽ ഒരാൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അള്ളാഹു അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിലാക്കുമാറാകട്ടെ. അതിൽ ഹസൻ ആണെന്ന് തോന്നുന്നു റിവായത്ത്. അദ്ദേഹം മുട്ടുകുത്തി ആ ഈന്തപ്പഴത്തിൽ നിന്നൊന്നെടുത്ത് അത് വായിലേക്കിട്ടു. കാരണം ഈന്തപ്പഴം തിന്നാനുള്ളതാണ്, കുഞ്ഞിനെ തിന്നാനേ മനസ്സിലായിട്ടുള്ളൂ. അത് വായിലേക്കിട്ടു. ഇത് ലോകത്തിന്റെ നേതാവ് കണ്ടു. അദ്ദേഹം കുഞ്ഞിന്റെ വായിലേക്ക് വിരലിട്ടിട്ട് പറഞ്ഞു, കിഹ് കിഹ് ഇർമി ബിഹാ അമാ അലിംത അന്നാ ലനഅകുലു സ്വദഖ. തുപ്പിക്കളവനെ, തുപ്പിക്കള. സക്കാത്തിന്റെ മുതല് റസൂലുള്ളാന്റെ കുടുംബത്തിന് പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ മോനേന്നാ. ഏത്? ഈ മുട്ടുകുത്തുന്ന കുട്ടി, മുട്ടുകുത്തി നടക്കാൻ പ്രായത്തുള്ള കുട്ടി ആ സക്കാത്തിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കാരക്ക വായിലിട്ടപ്പോൾ നബി തന്റെ വിരൽ കൊണ്ടത് തുപ്പിച്ചു കളഞ്ഞു. കാരണം എന്താ? റസൂലുള്ളാക്ക് സക്കാത്ത് പാടില്ല. സ്വതക്ക സ്വീകരിക്കും, ഹദിയ സ്വീകരിക്കും, സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ല അഹ്ലുബൈത്തിന്. നമ്മുടെ നാട്ടിൽ ആകെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പിടിച്ചു വാങ്ങണവരാ. അത് വേറെ വേഗം പിടിച്ച് നബി തടപ്പി അത് കളഞ്ഞു. നമ്മളാണ് എന്താ പറയാ, ഓ ഒരു ഈത്തപ്പഴല്ലേ, അതൊക്കെ പത്ര നോക്കാണ്ടോ, നമുക്കൊക്കെ നിസ്സാരാണ്, നമുക്കെല്ലാം നിസ്സാരാണ്. നബി ഇത് കളഞ്ഞു, പാടില്ല, പരസ്യമായിട്ട് തിരുത്താണ്. എത്ര സംഭവങ്ങൾ അങ്ങനെ. കാരണം എന്താ? എന്റെ കുഞ്ഞിന്റെ ശരീരത്തിനകത്തേക്ക് ഹറാമിന്റേതായി ഒന്നും കടന്നു വരരുത്, ഹലാലല്ലാത്തതൊന്നും എന്റെ കുട്ടി കഴിക്കരുത്, ഹലാലല്ലാത്തൊന്നും എന്റെ കുഞ്ഞ് കഴിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മള് ഇങ്ങനെ ഓരോരുത്തർ തീരുമാനിച്ചാൽ, ഞാൻ വല്ലാഹി നിങ്ങളോട് പറയട്ടെ, ശരിക്കും ഒരു വടി ആവശ്യം ഉണ്ടാവില്ല, ഒരു വടിയും ആവശ്യം ഉണ്ടാവില്ല. വേണ്ടാതെ ആവശ്യമില്ലാത്ത വയലൊന്നും വേണ്ടി വരില്ല. ചെറിയ ഉപദേശങ്ങൾ മതിയാവും, തലോടല് മതിയാവും. എന്തറിയോ, നമ്മളെ മക്കളിൽ ഇതാ ഈ പൊന്നു മക്കള്, നമ്മളെ മക്കൾക്ക് നമ്മള് ഹലാലും തൊയ്യബും മാത്രം തീറ്റിച്ചാൽ ഇൻഷാ അല്ലാഹ് വേറൊരു തർബീയത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആ കുട്ടികൾ നന്നായിക്കോളും. നേരിച്ച് ഹറാമിന്റെ മുതലാ കൊടുത്തിനെങ്കിൽ നമ്മൾ എന്ത് മസ്ജിദുൽ ഹറാമ് കൊണ്ടിരുത്തിയിട്ടും കാര്യം ഉണ്ടാവില്ല, ചിലപ്പോ പരീക്ഷിക്കപ്പെടും. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഹലാലും തൊയ്യബുമായത് മക്കളെ തീറ്റിക്കുക, അഥവാ അത് തഖ്വയുടെ ഭാഗമായിട്ടുണ്ടാണത്. എന്റെ കുട്ടി എന്ത് കഴിക്കണം, എന്റെ ഭാര്യ എന്ത് ധരിക്കണം, എന്റെ പുരയില് ഏത് വസ്ത്രം ഉണ്ടാകേണ്ടത് എന്നതൊക്കെ തഖ്വയുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പാലിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം തഖ്വ ഒരു വലിയ ചർച്ചയാണ്. ശരി, അഞ്ചാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാൻ, റബ്ബിന്റെ സ്നേഹം ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നത്. യാ ഇലാഹി, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാൻ 159-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു. ഇവിടെ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്നതിന്റെ പേരല്ല. നമുക്കറിയാം, ഒരു ജോലിയും ചെയ്യാതെ പൊരെ കുത്തിരിക്കുന്നതിന് തവക്കുൽ എന്ന് പറയില്ല. പിന്നെയോ, തവക്കുലിന് ഒരുപാട് മർത്തബകളുണ്ട്, ദർജകളുണ്ട്. ചെയ്യേണ്ടത് ചെയ്ത ശേഷം കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുകയും പിന്നീട് അള്ളാഹു തരുമെന്ന പ്രതീക്ഷയോടെ കിട്ടിയതിൽ സംതൃപ്തി അടഞ്ഞ് കഴിയലുമാണത്. നിങ്ങൾ ആലോചിക്കും, പക്ഷികളുടെ ഉദാഹരണം നബി പറഞ്ഞു തന്നു. എന്താ? ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹ് ഹഖ്ഖ തവക്കുലി ലറുസിഖ്തും കമാ തുർസഖു അത്വയ്റു
നിശ്ചയമായി നിങ്ങൾ അല്ലാഹുവിൽ യഥാവിധി തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടും പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടും. അവ രാവിലെ ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരത്ത് നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. വയറൊക്കെ ഫുള്ളായിട്ട് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കിട്ടിയിട്ട് അവർ വരുന്നത്. ഒരിക്കലും പക്ഷികൾ പുരയിൽ അടങ്ങിയിരിക്കാറില്ല, വീട്ടിലടങ്ങിയിരിക്കാറില്ല. രാവിലെ ആഹാരം അന്വേഷിച്ചിട്ട് ഇറങ്ങും, വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് അവർ തിരിച്ചു വരും. ഇത് അല്ലാഹു തആല അവർക്ക് നൽകാണ്. ഒരു ടെൻഷനും ഇല്ല, യാതൊരു സ്ട്രെസ്സും ഇല്ല, ഒന്നിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണ പോലെ ആലോചിക്കുന്നില്ല. കാരണം എന്താ, അല്ലാഹു തആല അത് അങ്ങനെ ഒരു നമ്മളൊരു ഫ്രീ ബാഡ് എന്നൊക്കെ നമ്മളൊരു ഫ്രീ ബേർഡ് എന്ന് തന്നെ പറയും, ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയും. പക്ഷിയെ പോലെ ഓനങ്ങനെ ഒരു ഫ്രീ ബേർഡ് ആയിട്ട് പോകും, ഒരു ടെൻഷനും ഇല്ലാതെ. അവിടെ പോലും ഉദാഹരണം പറയാൻ ഇപ്പൊ സൈക്കോളജിയുടെ ഒക്കെ ലോകത്ത് ആളുകൾ ഉദാഹരണം പറയാൻ ഉപയോഗിക്കണതാ പക്ഷിയെ പോലെ. ഈ ഒരു പക്ഷിക്ക് അല്ലാഹു നൽകുന്നത് പോലെ നമുക്ക് നൽകും. എന്തുണ്ടായാൽ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ. തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ ഏത് കാര്യത്തിലും തവക്കുൽ ഉണ്ടാകണം, ഏത് കാര്യത്തിലും. പ്രത്യേകിച്ച് രണ്ട് കാര്യം പ്രധാനമായി പറഞ്ഞു. ഫൈദാ ശാവിറുഹും ബിൽ അംർ, ശൂറ ചെയ്യണ കാര്യം പറഞ്ഞു, ശൂറ ചെയ്യാൻ പറഞ്ഞു. ഏത് കാര്യത്തിലും ശൂറ ചെയ്യാൻ പറഞ്ഞു, തീരുമാനം, കൂടിയാലോചന. എന്നിട്ട് കൂടിയാലോചിച്ചാലോ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അത് അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യാനാണ്. അപ്പൊ പൊരയത്തെ കാര്യമായാലും സ്വന്തം കാര്യമായാലും ഏത് കാര്യമായാലും ഒക്കെ ഒന്ന് നമ്മളെ വീട്ടുകാരൊക്കെ ഇട്ടൊന്ന് ശൂറ ചെയ്ത് ആലോചിച്ച് എന്നിട്ട് അതിന്റെ ഹൈറിന് വേണ്ടി അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കലാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്ന രീതിയാണ്. ഇവിടെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തവക്കുലിൽ വലിയൊരു അർത്ഥം കൂടിയുണ്ട്. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ, വശാവിറുഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അതാണ് ഇതിലെ മർമ്മം. കാര്യങ്ങളിൽ നീ അവരോട് കൂടി ആലോചിക്കുക നബിയെ. അങ്ങനെ നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യുക, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക. ഈ ആയത്തിന്റെ താഴെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കണ വലിയ മേഖല ഉണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വനെ കാണുന്ന വിഷയത്തിൽ കൂടിയാലോചന നിർബന്ധമാണ്, വാജിബാണ്. എന്താണ് കൂടിയാലോചന വാജിബാണ്. അത് വീട്ടിലായാലും പള്ളിയിലായാലും എവിടെയായാലും ഒരു ശൂറ ഉണ്ടാകണം. ആ ശൂറ നിർബന്ധമാണ്. ശൂറ ഉണ്ടായാലും അതിനകത്ത് എന്തെന്നെ ഉള്ളൂ, അഭിപ്രായ സമന്വയം ഉണ്ടാവുള്ളൂ, ഫിത്തന ഉണ്ടാവില്ല. ഒരുപാട് ഹൈറുകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഹൈറുകൾ അതിനകത്ത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ പിന്നെന്ത് ചെയ്യണം, തവക്കുലാക്കണം. ശൂറ ചെയ്തു. അപ്പൊ ഭാര്യയും ഭർത്താവും മൂത്തച്ഛനും ഇളയച്ചനും അല്ലെങ്കിൽ എന്താ പറയാ മൂത്താപ്പ ഇളാപ്പൊക്കെപ്പാടെ ഒതുങ്ങിച്ചിരുന്ന് ശൂറ ചെയ്തെന്താ, മോന്റെ കല്യാണം അല്ലെങ്കിൽ മോളെ കല്യാണം ഒക്കെ തീരുമാനിച്ചാലോ തവക്കൽ തൊലല്ല. അങ്ങനെ തവക്കുൽ ചെയ്താൽ എന്താ മെച്ചെന്നറിയോ, ഇതൊരു പക്ഷേ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ പലതും തവക്കുൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ തവക്കുൽ ചെയ്താൽ എന്താ മെച്ചം, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. തന്നിൽ തവക്കുലാക്കുന്നവരെ തീർച്ചയായിട്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ കുടുംബകാര്യ തവക്കുൽ ചെയ്ത്, നമ്മൾ കച്ചവടത്തിന്റെ കാര്യം തവക്കുൽ ചെയ്ത്, നമ്മൾ പള്ളിയുടെ കാര്യം തവക്കുൽ ചെയ്ത്, നമ്മളുമായി ബന്ധപ്പെട്ട ദുനിയാവിന്റെ ഒരു കാര്യം തവക്കുൽ ചെയ്ത്. പക്ഷെ തവക്കുൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മെച്ചെന്താ, യുഹിബ്ബുൽ മുതവക്കിലീൻ. തവക്കുലാക്കിയവനെ നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടടാ, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തവക്കുലാക്കിയവളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ ഉണ്ടാകണം, ശൂറ ഉണ്ടാകണം, തവക്കുൽ ഉണ്ടാകണം. ഇത് രണ്ടുണ്ടായാൽ ഇന്നല്ലാഹ, എന്താ വാക്ക് മക്കളെ, എന്താ വാക്ക്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അതന്നെ എന്തോ കാര്യം മതി, ഇതിനെ പറഞ്ഞ ഇൻഷാ അല്ലാഹ്. അല്ല ഓൽക്കിടക്ക് നല്ലതാണ്, ഇപ്പൊ തന്നെ പഠിച്ചാല് ഹൈറല്ലേ, എല്ലാ കാര്യം അല്ലേ, എല്ലാ കാര്യം ചൂറയുണ്ടേ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. 5 കാര്യമായി അല്ലാഹ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ആറാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറാമത്തെ കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ, ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമ. നമ്മൾ പലപ്പോഴും ഖുതുബയിലും ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ക്ഷമ. ഇത് പറയാൻ തന്നെ വേണൊരു ക്ഷമ. പ്രത്യേകിച്ച് ക്ഷമ വേണ്ട വലിയ മേഖല കുടുംബജീവിതത്തിലാണ്. നല്ല ക്ഷമ വേണ്ടി വരും. ഫസ്ബിർ സബ്റുൻ ജമീൽ, അല്ലെ, നല്ല ഭംഗിയിൽ ക്ഷമിക്കാന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു. ഭംഗിയിൽ ക്ഷമിക്കാൻ.
ചിലപ്പോ ക്ഷമിക്കേണ്ട മേഖല ഞാൻ പറഞ്ഞല്ലോ, ഇണയോടൊത്ത് ബന്ധപ്പെട്ടതായിരിക്കും, മക്കളോട് ബന്ധപ്പെട്ടതായിരിക്കും, കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, കൃഷിയുമായി ബന്ധപ്പെട്ടതായിരിക്കും, ഒക്കെ ദുനിയാവായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും പലതും ക്ഷമിക്കേണ്ട മേഖല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു കാര്യം തരുമോ, ഇല്ലല്ലദീന സബറൂ വഅമിലുസ് സാലിഹാതി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അവർക്കാകുന്നു പാപമോചനവും വലിയ പ്രതിഫലവും ഉള്ളതെന്നാണ്. അപ്പൊ ക്ഷമിക്കുന്നവർക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നാണ്. എത്രത്തോളം? മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. ഒരു മുസ്ലിമിന് വല്ല ക്ഷീണമോ രോഗമോ ദുഃഖമോ അസുഖമോ ബാധിച്ചാൽ അതിലൊക്കെ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ അതുവഴി അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തുകൊടുക്കുന്നതാണ്. ക്ഷമിച്ചാൽ കിട്ടണ മെച്ചതാണ്, എല്ലാം പുറത്തുകൊടുക്കും. അത് അവന്റെ ശരീരത്തിൽ മുള്ളു തറക്കുന്നതായാലും ശരി. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 5641-42 ഹദീസാണ്. മുള്ളു തറക്കണമെങ്കിൽ പോലും നബി പറഞ്ഞൊരു വാക്ക് കാണാം, ഒരു മുഅ്മിനിനും മുഅ്മിനാത്തിനും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്തതികളിലും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന. അതായത് ഒരു ആണിനും ഉണ്ടാവും പെണ്ണിനും ഉണ്ടാവും. എവിടെ ഉണ്ടാവും? മക്കളിലുണ്ടാകും, സമ്പത്തിലുണ്ടാകും, സ്വന്തം ശരീരത്തിലുണ്ടാവും. പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ. അപ്പൊ അത് അവസാനിക്കൂല, അള്ളാഹിനെ കണ്ടുമുട്ടുന്നതുവരെ. അപ്പോൾ ആ പ്രശ്നത്തിൽ, കുടുംബത്തിൽ, സമ്പത്തിൽ, മക്കളിൽ ഒക്കെയുള്ള പരീക്ഷണത്തിൽ അവന് യാതൊരു തെറ്റുമുണ്ടോ? അത് ക്ഷമിക്കുകയാണെങ്കിൽ, അതിലൊക്കെ ക്ഷമിച്ചെങ്കിൽ അവന്റെ നഫ്സിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ പാപങ്ങളൊക്കെ എന്തുണ്ടാവും? ദുരീകരിച്ചു കൊടുത്തിട്ടുണ്ടാവുന്നതാണ്. ഇപ്രകാരം ക്ഷമിക്കുന്നവരെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞെന്തറിയോ? റബ്ബിന് ഇഷ്ടമാണ് അവരെന്നാണ്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ക്ഷമിക്കുന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്താ ദലീൽ? സൂറത്തു നിസാഇന്റെ സൂറത്തു ആലി ഇംറാൻ 146-ാമത്തെ ആയത്ത്. വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കതീറുൻ ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ് വമാ ളഅഫൂ വമസ്തകാനൂ. എത്ര പ്രവാചകന്മാരുടെ കൂടെ അനേകം ദൈവദാസന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങൾക്ക് നേരിട്ട യാതൊന്നുകൊണ്ടും അവർ തളർന്നില്ല. അവർ ദൗർബല്യം കാണിക്കുകയോ ഒതുങ്ങി കൊടുക്കുകയോ ചെയ്തില്ല. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അത്തരം ക്ഷമാശീലരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ മൊത്തത്തിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന മെച്ചന്തരങ്ങള് യുഹിബ്ബുസ് സാബിരീൻ. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. ക്ഷമിക്കുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുമെന്നാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ട് 4 തലത്തിലാണ്. 4 തലത്തിലാണ് ക്ഷമിക്കുക. ഒന്നാമത്തെ ക്ഷമ ഇബാദത്തിന്റെ പരിശ്രമ ഭാഗമായുള്ള ക്ഷമയാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കണതൊക്കെ നല്ല ക്ഷമ ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. നോമ്പല്ലെങ്കിൽ തന്നെ ഇരിക്കുമ്പോ നമുക്കൊരു ചടപ്പൊക്കെ ഉണ്ടാവും. ക്ലാസ്സൊക്കെ ഇരുന്നാല്, ഖുത്ബയൊക്കെ ഇരുന്നാല്, വഅളൊക്കെ ഇരുന്നാല്, ഉപദേശം കേൾക്കാതിരുന്നാലൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. നല്ല ക്ഷമ വേണം അല്ലെ? പരിശ്രമത്തിന്റെ ഭാഗമായി തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. തറാവീഹ് നിസ്കരിക്കാൻ നല്ല ക്ഷമ വേണം. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസങ്ങൾ പരിശോധിച്ച് നോക്കിയോ, 2-3 ദിവസമൊക്കെ 2 സൊഫൊക്കെ ഉണ്ടാവും പള്ളിയിൽ, 3 സൊഫ് 4 സൊഫൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം സൊഫ് കുറയണത്. എന്താ? മരിച്ചിട്ടൊന്നുമില്ല, ആൾക്കാർ മരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു വേറെ പള്ളി പോയതാണ്. അല്ല, ക്ഷമല്ലാത്തോണ്ട്. ക്ഷമല്ലാത്തോണ്ടാണ്. ക്ഷമ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഓരോ ദിവസം ആദ്യത്തെ ദിവസം 4-ാമത്തെ സൊഫില കിട്ടിയെങ്കിൽ 2-ാമത്തെ ദിവസം 3-ാമത്തേക്ക് കിടക്കാൻ പറ്റി നോക്കും. പിന്നത്തെ ദിവസം 2-ാമത്തെ സൊഫിക്ക് എത്താൻ പറ്റി നോക്കും. പിന്നത്തെ ദിവസം 1-ാമത്തെ സൊഫിൽ എത്താൻ പറ്റുമോ നോക്കും. ദുനിയാവില് നമ്മൾ നേരെ തിരിച്ചാണെങ്കിലും ശരിക്കും അങ്ങനെ ചെയ്യാം. ക്ഷമ ഉണ്ടെങ്കിൽ. ക്ഷമ ഇല്ലാത്തോണ്ടാണ് നമുക്ക് മടുപ്പ് തോന്നുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മടുപ്പുണ്ടാവില്ല. ഇബാദത്തിൽ ക്ഷമ അനിവാര്യമാണ്. ഒരു ക്ഷമ ഇമാം ഇബ്നുൽ ഖയ്യിം എണ്ണിയത് എങ്ങനെ അറിയോ? നോമ്പെടുക്കാനുള്ള ക്ഷമ. നല്ല ക്ഷമ വേണം. അതിപ്പോ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. നോമ്പെടുക്കണേ കുറച്ച് ക്ഷമ വേണം. കാരണം എന്താ? നോമ്പെടുക്കാതെ തന്നെ ഉണ്ടാവും ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ഒരു തരം ഇറിറ്റേഷനൊക്കെ വരും ചിലപ്പോ. അത് ദാഹിക്കലും വെള്ളം കുടിക്കലും മാത്രമല്ല, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറെയൊക്കെ ശരിയായി. പക്ഷെ ദേഷ്യം വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല.
നോമ്പ് നോറ്റാലും കാണാം ഇവിടുന്നോ വരുന്നറിയില്ല. 4:30 ആവുമ്പോ പെണ്ണുങ്ങൾ പിറുപിറുക്കൽ തുടങ്ങും. പഠിച്ചവനെ ഇനി ചെറുക്ക സ്കൂൾ ഇട്ട് വരാനായി ഒരു സ്വൈരം ഉണ്ടാവില്ല അല്ലെ. ഓൽക്കാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് തീരെ ക്ഷമ കിട്ടൂല. അതിനിടക്ക് നമ്മളെ പുരയിലുണ്ടാവും 2 വയസ്സ് 3 വയസ്സുള്ളൊക്കെ 2 വയസ്സ് 3 വയസ്സുള്ളൊക്കെ ഉണ്ടാവും. ഓൻ ആ നേരത്തിന് വരും. ഓൻ അപ്പൊ ചപ്പാത്തി കൂല് വേണ്ടി വരും, പത്തിരി കൂല് വേണ്ടി വരും, മാവ് വേണ്ടി വരും, കുഴക്കേണ്ടി വരും. എണ്ണയിലേക്ക് തിളക്കണ എണ്ണയ്ക്ക് സാധനം ഇടേണ്ടി വരും. ഒക്കെ ഒന്ന് ചെയ്യേണ്ടി വരും. അതിലോളും ഇങ്ങോട്ട് പല്ലിറുമ്പോ അതിനെ പിടിച്ച് മുക്കിയണ്ടല്ലോ സാധനത്തിനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഏതില് മുക്കിയാല്, എണ്ണയിൽ മുക്കിയാലേ എവിടുന്നറിയില്ല ദേഷ്യം വരും. നിങ്ങൾ പരിശോധിച്ച് നോക്കി, പല വീട്ടിലുണ്ടാവും ഇത്. നമ്മളെല്ലാ വീട്ടിലുണ്ട്. തുടച്ചെടുത്തേക്കറ്റ കാല് വെച്ചാണ്ടല്ലോ അല്ലാഹുവേ, പിന്നെ ആ ചെവിയിൽ കേട്ട വാക്ക് ഓ മരിക്കോളെ പറക്കൂല. ഓളാട്ടി തല്ലും. ചിലപ്പോ ചൂലുകെട്ടൊക്കെ എടുത്തെറിയും. ഓനോടും പിന്നാലെ ഓളും ഓടും. അപ്പഴാ നമ്മള് മനസ്സിലാക്കാം അമ്മക്ക് ഇത്രയും ഓടാറിയായിരുന്നു എന്ന് അല്ലേ. ചിരിക്കണൊക്കെ ഇത് മക്കൾക്കൊക്കെ അനുഭവമുണ്ട്. അത് നമ്മൾ മുഅ്മിനത്താണെന്ന് പറയുന്ന സ്ത്രീകളെ വരെ ബാധിക്കണ പ്രശ്നം ഞാൻ ഇപ്പൊ പറഞ്ഞത്. കാരണം ഓൽക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പാവങ്ങളാണ് അർത്ഥത്തില്. അത്രയും അടങ്ങാറേറ്റി സാധനം ഉണ്ടാക്കുന്നതിന്റെ ഇടക്കാണ് ഒരു സാധനത്തിന് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കിണി വെച്ചമാതിരി ഇത് ഇങ്ങനെ കരച്ചിലും പൊഴിച്ചിലും അങ്ങോട്ട് പോവില്ല. കാലിലോട്ട് കടന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാം. അങ്ങോട്ട് ദേഷ്യം വരാം. അതൊക്കെ പെണ്ണുങ്ങൾക്ക് സാധാരണ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ആണുങ്ങൾ ഒലിട്ട് പുറത്തു വരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ദേഷ്യം വരും. കാരണം എന്താ, നമ്മളിങ്ങോട്ട് വന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ എനിക്ക് എന്നും ഈ സാധനം തന്നെ അറിയുള്ളൂ കഴിഞ്ഞു. അവലൊക്കെ സമ്മതിച്ചെടുക്കാം. നമ്മള് പെണ്ണുങ്ങൾക്ക് ക്ഷമ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. അല്ലെങ്കിൽ ആ കയ്യിലുള്ള ചപ്പാത്തി കോലോടൊക്കെ തലക്കൊന്നും തന്നിട്ടുണ്ടല്ലോ, തീരുമാനം ഉണ്ടാവും. അള്ളാഹു തല കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കാണ് കൂടുതൽ ക്ഷമ വേണ്ടത്. ശരിക്കും നല്ല ക്ഷമ നിങ്ങൾക്ക് തന്നെ ഉള്ളത് ഞങ്ങളെക്കാളും. ഞങ്ങളാണുങ്ങൾ ഇങ്ങനെ ബലം പിടിച്ചു നടക്കുന്നുള്ളൂ, ദുർബലരാണ്. പക്ഷെ നിങ്ങളെല്ലാം സഹിക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ക്ഷമ വേണം. ക്ഷമ ഉണ്ടായാൽ വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. പക്ഷെ പറയേണ്ടതൊക്കെ പറഞ്ഞ് ചീത്തറേണ്ടൊക്കെ ചീത്തറിന് അവസാനം പൊരുത്തപ്പെട്ടാലിട്ടാ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആദ്യം വരണം. അതാണ് അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല. വിപത്തിന്റെ ഒരു പ്രശ്നത്തിന്റെ തുടക്കത്തിലാണ് ക്ഷമ വേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ മറ്റൊരു ക്ഷമയാണ് ഹറാമിന് തൊട്ടുള്ള ക്ഷമ. അങ്ങനെ ക്ഷമ പല വിധത്തിലാണ്. അപ്പൊ ഇവിടെ ഏത് ക്ഷമയായാലും ആ ക്ഷമയെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ശരി, 7ാമത്തെ കാര്യം അതാണ്. അതോ 6ാമത്തെ കാര്യം? ഞാനിപ്പോ 6, 7 എണ്ണി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 6ാമത്തെ കാര്യമല്ലേ പറഞ്ഞ? അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, സമാധാനം. ഇനി 7ാമത്തെ കാര്യം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുക എന്നത് അള്ളാഹുവിന്റെ ഹുബ്ബ് നമുക്ക് കിട്ടാൻ കാരണമാകും. എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പിലാക്കുക എന്നത്. ഞാൻ പറഞ്ഞല്ല, അള്ളാഹ് പറഞ്ഞെന്താ? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയുക നബിയെ, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അഥവാ മുഹമ്മദ് നബിയെ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തരികയും ചെയ്യും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. ഈ ആയത്തിന് വിരിക്കുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടൂല എത്രത്തോളമല്ലാതെ നീ അള്ളാഹുവിന്റെ ഹബീബിനെ അഥവാ റസൂലുള്ളാഹിയെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പിൻപറ്റുകയും അവിടുത്തെ കൽപ്പന അനുസരിക്കുകയും അവിടുത്തെ സംസാരം സത്യപ്പെടുത്തുകയും ചെയ്തിട്ടല്ലാതെ. അപ്പൊ നബിയെ എത്ര കണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ മേലുണ്ടാകുന്ന. അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാകാനുള്ള മാർഗം ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിനെ പിൻപറ്റിയാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കുന്നു. നോക്കി, അള്ളാന്റെ സ്നേഹം കിട്ടാനുള്ള മാർഗം ഇത്തിബാഉർ റസൂൽ അല്ലെങ്കിൽ മുതാബഅത്തുർ റസൂൽ. എല്ലായിടത്തും വസ്ത്രത്തിൽ നബിയെ പിൻപറ്റുക,
ഭക്ഷണത്തിൽ നബിയെ പിൻപറ്റുക, സ്വഭാവ മേഖലയിൽ നബിയെ പിൻപറ്റുക, കുടുംബ ജീവിതത്തിൽ നബിയെ പിൻപറ്റുക, എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുക. എങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ മേലുണ്ടാകുന്നതാണ്. 8ാമത്തെ കാര്യം, നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്താൽ അള്ളാഹിന്റെ സ്നേഹം നമുക്ക് കിട്ടും. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്യാം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ട്? അള്ളാഹുവിന്റെ ഹുബ്ബ് ഉണ്ടാവുന്നതാണ്. ഇവിടെ നബി പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഈ വിഷയത്തെ നിങ്ങളോട് പറയുന്നത്. ചിലതൊന്നും ഞാൻ വിശദീകരിക്കണില്ല, അതിന്റെ മത്തിന് മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള എല്ലാ ചെറുപ്പക്കാരികളും യുവതി യുവാക്കളും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ യുഎൻഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ WHO ഒക്കെ പുതിയ സെൻസസ് അനുസരിച്ച് യുവത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ പീരീഡൊക്കെ അവസാനിക്കുന്നത് 60-63 വയസ്സിലൊക്കെയാണ് യുവത്വം കണക്കാക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഇപ്പൊ വയസ്സന്മാരാരുമില്ല, ചുരുക്കത്തിൽ ഒക്കെ ചെറുപ്പക്കാരാണ്. മൂപ്പര് മാത്രമേ ലേശം അങ്ങോട്ട് യുവത്വം വിട്ടിട്ടുള്ളൂ അല്ലെ. എന്നാലും മാഷാ അല്ലാഹ് ആഫിയത്ത് ദീർഘായുസ്സും കൊടുക്കട്ടെ. എവിടുന്നാ വരുന്നത്? ടൗണിൽ നിന്ന് വരികയാണ് ഇങ്ങോട്ട് ക്ലാസ്സിനായിട്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ ബാക്കിയൊക്കെ ചെറുപ്പക്കാരാണ് ഇപ്പൊ ഇതില്, മാഷാ അല്ലാഹ്. അതുകൊണ്ട് യുവതി യുവാക്കളെ നിങ്ങൾക്ക് സന്തോഷ വാർത്ത എന്തറിയോ? നബി പറയാണ്, അൽ മുഅ്മിനുൽ ഖവി ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ മുസ്ലിമിനേക്കാൾ ഉത്തമനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെന്നാണ്. അപ്പോ ശക്തിയുള്ള ആ യുവത്വ കാലഘട്ടം, ആരോഗ്യമുള്ള കാലഘട്ടം, അതാണ് ശരിക്ക് എല്ലാ ലഈഫായി ക്ഷയിച്ച കാലഘട്ടത്തെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം എന്നാണ്. അപ്പൊ ശരിക്ക് ഇനിയിപ്പോ നാളെ മുതൽ ജിമ്മിന് പോകണം എന്നാണ് ഈ പറഞ്ഞത്. പോണെങ്കിൽ പോവുക ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല വർക്കൗട്ടൊക്കെ എടുത്ത് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാക്കുക, പ്രശ്നമൊന്നുമല്ല. സുബി കളയരുതെന്ന് മാത്രം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാൻ വേണ്ടി കത്തുക ആൾക്കാർ മസാല, പിന്നെ അതിന്റെ പിന്നാലേക്കാണ്. ആരോഗ്യം ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല. നല്ല ആരോഗ്യം ഉണ്ടാകാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യണം. എന്തിനാ ആരോഗ്യം ഉണ്ടാകണത്? ഇബാദത്ത് എടുക്കാനാണ്. ലക്ഷ്യതാണ്, ഇബാദത്താണ്. ശരി. വഫീ കുല്ലി ഖൈറുൻ ഇഹ്രിസ് അലാ മാ യൻഫഉ വസ്തഈൻ ബില്ലാഹി വലാ തഅജിസ് വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ വലാകിൻ ഖുൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല ഫഇന്ന ലൗ തഫ്തഹു അമല അശ്ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എല്ലാവരിലും നന്മയുണ്ട്, നിനക്ക് പ്രയോജനപ്പെടുന്നതിനോട് താല്പര്യം കാണിക്കാം, അള്ളാഹുവിനോട് സഹായം തേടുക, നീ ദുർബലനായി പോകരുത്. നിനക്ക് എന്തെങ്കിലും വിപത്ത് ബാധിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്രകാരമൊക്കെ ആകുമായിരുന്നു എന്ന് നീ പറയരുത്. പകരം അള്ളാഹു കണക്കാക്കിയ വിധി അതാണ് നമ്മൾ ഫലാ തഖുൽ എന്താണ് വലകിൻ ഖുൽ ഖദറുല്ലാഹ് അല്ലെങ്കിൽ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, അവരുദ്ദേശിച്ച് നടന്നു എന്ന് പറയുക. കാരണം എന്താ? എങ്കിൽ എന്ന പ്രയോഗം, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയലോ, അത് പറയാ ശൈത്താന്റെ പ്രവർത്തനങ്ങൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ ഇതിൽ വിഷയത്തിലെ മർമ്മഭാഗം എന്ന് വെച്ചാൽ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് എന്നതാണ്. അതുകൊണ്ട് ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ശക്തനായ വിശ്വാസിയാണ്. അപ്പൊ ആരോഗ്യത്തോടെ നല്ല ഉഷാറിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോടാണ് അള്ളാഹ്ക്ക് കൂടുതൽ മറ്റേ ആളെക്കാളും ഹുബ്ബുണ്ടാവുക എന്നാണ്. അതായത് ആരോഗ്യം അള്ളാഹിന്റെ ഹുബ്ബിന് കാരണമായി തീരും എന്നുകൂടിയാണ് അതിന് മനസ്സിലാണത്. വല്ലാഹു അഅലം. 9ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കി അവനെ ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്. അള്ളാഹിനെ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അഫ്ആലിഹി വസിഫാതിഹി, അല്ലേ? അതുപോലെ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ കൂടിയാണ് അവനെ മനസ്സിലാക്കേണ്ടത്. നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ്? അൻ ആയിഷത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅഥ റജുലൻ അൻ സരിയതി وكان يقرأ لأصحابه في صلاتهم فيختم بقل هو الله أحد فلما رجعوا ذكر ذلك لرسول الله صلى الله عليه وسلم فقال سلوه لأي شيء يصنع ذلك فسألوه فقال لأنها صفة الرحمن فأنا أحب أن أقرأ بها فقال رسول الله صلى الله عليه وسلم أخبروه أن الله يحب. നബി ഒരാളെ ഒരു സൈന്യത്തിന്റെ സേനാനായകനായിട്ട് നിയോഗിച്ചു. അയാള് ആ സ്വഹാബി അവരുമായി നിസ്കരിക്കുമ്പോഴൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം
എല്ലാ നിസ്കാരത്തിലും പാരായണത്തിൽ ഉൾപ്പെടുത്തി. എല്ലാ നിസ്കരിക്കുമ്പോഴും ഖുൽ ഹുവല്ലാഹു അതോതും. തിരിച്ചെത്തിയപ്പോ ആളുകൾ ഇക്കാര്യം നബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ നബി ചോദിച്ചു, എന്തിനാ അങ്ങനെ ചെയ്യണത് എന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ എന്ന് നബി പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഹ്മാനായുള്ളവന്റെ വിശേഷണമാണ് ആ അധ്യായത്തിലുള്ളത്. ഈ സൂറത്ത് നമ്മളിവിടെ പഠിച്ചപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതറിഞ്ഞപ്പോ നബി പറഞ്ഞു നബി പറഞ്ഞു അഖ്ബിറൂ, നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക. അന്നല്ലാഹ യുഹിബ്ബുഹു, അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്? സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ സിഫത്തുകളാണ് പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹുവിന്റെ സിഫത്തുകളിലൂടെയാണ് അവർ മനസ്സിലാക്കുക. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതായത് അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അള്ളാഹു അവനെയും ഇഷ്ടപ്പെടുന്നു എന്നറിയിക്കുക എന്നാണ്. അതിന്റെ ഉള്ളിലുള്ള കാമ്പ് എന്താണ്? അള്ളാഹിന്റെ സിഫത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ്. 10ാമത്തെ ഒരു കാര്യം, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള 10ാമത്തെ കാര്യം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നതാണ്. നമ്മളെ കാര്യമൊക്കെ നമ്മൾ ആരോട് ചോദിക്കാം? അള്ളാഹിനോട് ചോദിക്കാം. പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ 3ാം ക്ലാസ്സിനാ തോന്നുന്നുണ്ട്, എനിക്കൊരു പാട്ടിന്റെ ഒരു വരി ഓർമ്മ അറിയോ? അള്ളാഹിനോടല്ലാതെ എന്താണ് റബ്ബേ, അള്ളാഹിനോടല്ലാതെ ആരോടു ചോദിക്കാൻ എന്നോട് സങ്കടങ്ങൾ കോനെ, എന്നോട് പരിഭവങ്ങൾ. ഇങ്ങനെ ഒരു വരി എനിക്ക് മറക്കാം. 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എത്ര കൊല്ലായി എന്നറിയാം, 10-30 വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോ 30 30 മേലെ. അള്ളാഹിനോടല്ലാതെ ആരോട് പറയുവാൻ എന്നോട് സങ്കടങ്ങൾ, അല്ല എന്റെ പരിഭവങ്ങൾ, കോനെന്ന. ഈ കോന എന്താന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കില്ല. മലയാള പാട്ടിലുണ്ടായി കോനെ, അതെന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പക്ഷെ പാട്ടിന്റെ ഒരു പ്രാസത്തിൽ അതുണ്ട്. അപ്പൊ എല്ലാം അള്ളാഹിനോടാ ചോദിക്കേണ്ടതെന്നാണ് ആ പാട്ടിലുള്ളത്. നമ്മൾ പറയില്ലേ, കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയല്ലാതെ ആരുമില്ല കോനെ. അവിടെയുണ്ട് കോൻ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്താ ഈ കോന എന്നുള്ളത്? പാടുന്നല്ലാതെ. പക്ഷെ മലയാളത്തിൽ ചില പാട്ടുകളൊക്കെ തൗഹീദ് ഉണ്ട്, അതൊരു സമാധാനമാണ്. കാരണം ഈ പാട്ടിൽ മുഴുവൻ ആരോടാ? അള്ളാഹിനോടാണ്. ഇങ്ങനെ എല്ലാ കാര്യവും ആരോടാ ചോദിക്കാനുള്ളത്? അള്ളാഹിനോടാണെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹിനോടാണ്. അപ്പൊ മുഅ്മിനുകൾ ഏത് കാര്യവും, എല്ലാ കാര്യവും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് കാണാം. നബി പറയാണ്, നിങ്ങൾ അള്ളാഹിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് ചോദിക്കുക. തീർച്ചയായിട്ടും അള്ളാഹു അവനോട് ചോദിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹിനോട് ചോദിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം കൂടി കഴിഞ്ഞ് നമ്മൾ നിർത്തും. കാരണം മഗ്രിബിന്റെ കുറച്ച് മുമ്പൊക്കെ ദുആന്റെ സമയമാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹിനോട് ചോദിക്കണത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഒട്ടകത്തിന്റെ പുറകിലിരിക്കും പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഈൻ ബില്ലാ, നീ സഹായം തേടിയാൽ അള്ളാഹിനോട് സഹായം തേടുക. അള്ളാഹിനോട് മാത്രം. മുഹമ്മദ് നബിനോടല്ല, ഈസാ നബിനോടല്ല, ബദരീങ്ങളോടല്ല, മുഹീദ്ദീ ശൈഖിനോടല്ല, മമ്പർതങ്ങളോടല്ല, മറമാടപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ജാറത്തിലെ മഹാരഥനോടല്ല, ഏതെങ്കിലും ബീവിയോടല്ല. പിന്നെ എല്ലാ മഹാന്മാരെയും ലോകത്തിന് സമ്മാനിച്ച റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് മാത്രം നീ ചോദിക്കുക. എത്രത്തോളം നിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നീ ചോദിക്കേണ്ടത് ആരോടാണ്? അള്ളാഹിനോടാണ്. നമ്മളെല്ലാം ചോദിക്കലുണ്ടോ? ഇപ്പൊ വണ്ടി കേടുന്നു, ഓടിക്കൊണ്ടിരിക്കുമ്പോ വണ്ടി കേടുന്നു, നമ്മളെന്താ പാണ്ടാറടങ്ങാൻ? നമ്മളിനി ഇല്ലാത്ത കുറ്റൊന്നും കാണൂല. അല്ലെങ്കിൽ ഖദ്ദർ അല്ലാഹു മാ ശാഅ ഫഅല എന്ന് പറയാനുള്ള മൈൻഡെങ്കിലും നമുക്ക് ഉണ്ടാകണം. എന്നിട്ട് ചോദിക്കണം, അള്ളാഹുവേ നിനക്കതിൽ ഹൈറാക്കി തരണേ. അവനോട് ചോദിക്കും. നമ്മൾ ചോദിക്കൂല. അറിയുന്ന ആൾക്കാരെ നമ്മളൊക്കെ, ഞാൻ നിങ്ങളൊക്കെ നമ്മൾ ചോദിക്കലുണ്ടോ? വഴിയിലൊന്ന് ബ്ലോക്കായി, അത് ടയറൊന്നും പഞ്ചറായി, അല്ലെങ്കിൽ നമ്മള് യാത്ര അല്പം വൈകി, അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി, അല്ലെ വീട്ടിലേക്ക് എത്താൻ വൈകി, അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കലുണ്ടോ? അള്ളാഹിനോട് കാവൽ ചോദിക്കണം.
അള്ളാഹിനോട് ചോദിക്കണം. അങ്ങനെ ചോദിച്ചാൽ എന്താ മെച്ചം? എന്താ മെച്ചം? എന്താ മെച്ചം? നമ്മുടെ വിഷയത്തിന്റെ മർമ്മം എന്താ മെച്ചം? അള്ളാന്റെ ഹുബ്ബ് കിട്ടുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടായിരിക്കണം എന്ത് കാര്യവും. ആ ചോദിച്ചാൽ എന്താ മെച്ചം? അപ്പൊ ഒന്നും വേണ്ട. പഠിക്കണ കുട്ടികള് അവര് ചോദിക്കണ ചോദ്യം എന്താ? അള്ളാഹു ഞങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയണം, അള്ളാഹു ഞങ്ങൾക്ക് പഠിച്ചതിൽ മാർക്ക് ഉണ്ടാകണം. ഏത് പഠിച്ചാലും? ഖുർആനും സുന്നത്തിലും മാത്രമല്ല, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി, ബോട്ടണി, ഹിസ്റ്ററി, ജോഗ്രഫി, മൈക്കോളജി, മൈക്രോബയോളജി, അനാട്ടമി, സോഷ്യോളജി, ഏതൊക്കെ ഓളജി ഉണ്ട് അതിലൊക്കെ നമ്മൾ എന്താ പഠിക്കണത്? ആ പഠിക്കണ സിലബസിൽ നന്നായി പഠിച്ച് പാസ്സാകണം. എനിക്ക് റബ്ബേ തൗഫീഖ് നൽകണേ. ആരോട് ചോദിക്കണം? അള്ളാഹിനോട് ചോദിക്കണം. അള്ളാഹിനോട് ചോദിച്ചാൽ എന്താ മെച്ചം? അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ 10ാം ക്ലാസ് പരീക്ഷയാണ്, മോഡൽ എക്സാം ആണ്, പാസ്സാകാൻ ഏർവാടിക്ക് 500 റുപ്യ നേർച്ചയാക്കി. കണ്യാല മൗല, ഇവിടെ നിന്ന് പോയ റോട്ടും പക്കത്തൊരു ബോർഡ് ഞാൻ കണ്ടിരുന്നു, കണ്യാല മൗല. അല്ലെ, നിങ്ങൾ എവിടേക്ക് പോണത്തല്? എന്താ ഉണ്ടാക്കണ അല്ലേ? ആ റൂട്ടിലല്ലേ പാണ്ടിക്കാട് പോകുന്ന? ആ പട്ടിക്കാടൊക്കെ തിന്നാവാത്തല്ലേ കണ്യാല മൗല ഒരു ബോർഡ്, അവിടേക്ക് ഒരു 500 റുപ്യ നേർച്ചയാക്ക്. ആ സിസ്റ്റം ഇസ്ലാമിക അല്ല. ഈ ശബ്ദം കേൾക്കുന്നിടത്തുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളതാണ്, നമ്മള് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിനോടാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാകുന്ന 10 കാര്യം. 11ാമത്തെ കാര്യം, അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമുണ്ടാകാനുള്ള 11ാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 6226 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ വയക്റഹു തഥാഉബ. നിശ്ചയം അല്ലാഹു തആല തുമ്മുന്നതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. തുമ്മ എന്താ? തുമ്മ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയില്ല അല്ലെ? ആക്ഷൻ കാണിച്ചാലേ കുട്ടിയൊക്കെ മനസ്സിലാവും. തുമ്മ. എന്നാൽ കോട്ടുവ തൊള്ളകട് വിളിച്ചിട്ട് അവന്റെ ഉള്ളിലുള്ളത് മുഴുവൻ പുറത്താണ്, ആ ജാതി തൊള്ളായിരിക്കും. കോട്ടുവ, കോട്ടുവായ എന്നൊക്കെ പറയും. ഇവിടെ എന്താ പറയുന്നത്? കോട്ടുവായ തന്നെയല്ലോ നിങ്ങള്? മലപ്പുറം ജില്ല എന്താ പറയാ? കോട്ടായ എന്നറിയാം. നാടൻ വർത്താനം ഉണ്ടാവും ഓരോരുത്തൊക്കെ. കോട്ടുവായ. ഈ കോട്ടുവ ഇടുന്നതിന് അള്ളാഹു വെറുക്കുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് തുമ്മിയ ഇഷ്ടപ്പെടുന്ന തുമ്മിയ എന്താ നമ്മൾ പറയാ? ഒന്നാണ് മാറിയത് തുമ്മടെ അവിടെ, അങ്ങനെയല്ല പറയാ? അല്ല, തുമ്മുമ്പോ എന്തൊക്കെ ചെയ്യണം? തുമ്മും നമ്മള് ടവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊത്തി തുമ്മണം. അപ്പൊ നിസ്കാരത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ചും അല്ലെ? അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് പൊത്തണം. ആളുകൾ ശല്യം ചെയ്യരുത്. അച്ചിന്നാണ് ഒറ്റ തുമ്മൽ തുമ്മിയാലോ ആൾക്കാർക്കൊക്കെ അതിൽ അറപ്പായിരിക്കും. തുമ്മീറ്റ് വെച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചെറിയ കുട്ടികളൊക്കെയാണ് പ്രത്യേകിച്ചും. പക്ഷെ അത് ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും. നമ്മൾ കൈ പൊത്തണം. ഭക്ഷണത്തിന്റെ മുന്നിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അല്ലെ? ഒന്നിലോട് എണീറ്റ് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ അത് അടക്കി വെക്കുക. പക്ഷെ തുമ്മിയാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു തുമ്മല് പോലും നമ്മൾ ഗൗരവത്തിൽ കണ്ടിട്ടില്ല ഇതുവരെ. കുട്ടിക്ക് തുമ്മല്, ഡോക്ടറെ അടുത്ത് കൂടി അല്ലെ? ഡോക്ടറെ അടുത്ത് കൂടൂല്ലേ ചിലര്? കുട്ടിക്ക് തുമ്മലായാല് സാധാരണ ഈ പൊടി അലർജി ഒക്കെ ഉണ്ടാവും. 2 ദിവസമൊക്കെ നോക്കുക, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ കൊണ്ടുപോകാന്നല്ലാതെ. അപ്പൊ ഇതിന്റെ ഒരു ഫായിദ എന്താന്ന് മനസ്സിലാക്കാനാണ് ഞാനീ പറയണത്. കുട്ടികൾ തുമ്മിയാല് നമ്മള് ഇങ്ങനെ നോക്കിയെന്ന് ചിരിക്കല്ല, പിന്നെ അൽഹംദുലില്ലാ എന്ന് പറയാ. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയണ ആരും അമ്മയാണ്. അപ്പൊ തൊട്ടപ്പുറത്തിരിക്കണ ആരാ? മൂത്ത കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ ബാപ്പയായിരിക്കും. അപ്പൊ ഇർഹമുക്കല്ലാഹ് എന്നറിയാം. അപ്പൊ തിരിച്ചെന്താ പറയാ? അപ്പൊ അറിയില്ലേ, പറയാൻ പറ്റില്ലോ. തിരിച്ചെന്താ പറയാ? യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ, നിങ്ങളെ നിലപാട് നന്നാക്കട്ടെ എന്നാണ്. എത്ര നല്ല പ്രാർത്ഥനയാ! അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. 12ാമത്തെ കാര്യം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് ധൃതി കൂട്ടുക എന്നത് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടുള്ള കാര്യമാണ്. അള്ളാഹിനെ അനുസരിക്കുന്ന ധൃതി കൂട്ടുക. ഒരു സംഭവം പറയാം, ഒരു കഥ പറയാം. കഥ നിങ്ങൾക്ക് ഇഷ്ടല്ലേ? കഥ ഇഷ്ടാണോ? ആന്ന് പറയടാ. ഇൻഷാ അല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമെ ഏൽപ്പിച്ചിട്ടാണ് തൗറാത്ത് സ്വീകരിക്കാനായി സീനാ പർവ്വതത്തിലേക്ക് പോയത്. ആരെ ഏൽപ്പിച്ചു പോയത്? മൂസാ നബി ഹാറൂൻ നബിനെ ഏൽപ്പിച്ചു പോയി അല്ലെ? അവിടെ എത്തിയപ്പോ അള്ളാഹ് ചോദിച്ചു, നിന്റെ ജനങ്ങളെ നീ വിട്ടേച്ച് ഇങ്ങനെ ധൃതിപ്പെട്ട് പെട്ടെന്ന് പോരാനുള്ള കാരണം എന്താ എന്ന് അള്ളാഹ് ചോദിച്ചു മൂസാ നബിയോട്. അപ്പോ മൂസാ നബി പറഞ്ഞു, എന്റെ റബ്ബേ, നീ എന്നെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ്
ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് മൂസാ നബി മറുപടി പറഞ്ഞു. എന്തിനാ മൂസാ നബി മറുപടി പറഞ്ഞത്? നീ എന്നെ ഇഷ്ടപ്പെടുന്നതിന്, തൃപ്തിപ്പെടുന്നതിന് വേണ്ടി. ഇത് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 83-84 ആയത്തുകൾ കാണാൻ പറ്റും. ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. وما أعجلك عن قومك يا موسى قال هم أولئك على أثري وعجلت إليك ربي لترضى. ഓ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടേച്ച് നീ ധൃതിപ്പെട്ടു വരാൻ കാരണം എന്താ? അദ്ദേഹം പറഞ്ഞു, അവരിതാ എന്റെ പിന്നിൽ തന്നെയുണ്ട് റബ്ബേ. എന്റെ റബ്ബേ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്നാണ്. അപ്പൊ നോക്കിങ്ങള്, അദ്ദേഹം അള്ളാന്റെ അടുത്തേക്ക്, അള്ളാഹു അദ്ദേഹവുമായുള്ള മുലാഖാത്തിന് വേണ്ടി അദ്ദേഹം ധൃതി കാണിക്കുകയാണ്. എന്തിന്? അള്ളാന്റെ റിള, അള്ളാന്റെ ഹുബ് അദ്ദേഹത്തിന് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതായത് അള്ളാന്റെ തൃപ്തി എത്രയും പെട്ടെന്ന് ലഭിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ധൃതിപ്പെട്ടു പോയതെന്നാണ്. ഇങ്ങനെ മൂസാ നബിയുടെ ഈ മറുപടിയെ അഹ്ലുസുന്നയുടെ ഉലമാ ധാരാളമായി വിവരിച്ച് കാണാൻ പറ്റും. ഇത് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ അലാമത്തിൽപ്പെട്ടതാണ്, അടയാളത്തിൽപ്പെട്ടതാണ്. തഫ്സീർ സഅദിയിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടിയെ വിവരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ വെച്ചാൽ, റബ്ബേ, ഞാൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടത് നിന്റെ സാമീപ്യം ആഗ്രഹിച്ചും നിന്റെ തൃപ്തി പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയും അടങ്ങാനാകാത്ത വശൗഖന ഇലൈക്കാനാണ്, അടങ്ങാനാകാത്ത മോഹം കൊണ്ടുമാകുന്നു. അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അതുകൊണ്ടാണ് നിന്നിലേക്ക് ഞാൻ പെട്ടെന്ന് മുന്നിട്ടെത്തുന്നതാണ്. ഈ വചനത്തെക്കുറിച്ച് ആലിമുകൾ പറയുന്നത്, അള്ളാന്റെ തൃപ്തി നേടുക എന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് ധൃതി കൂട്ടുന്നതിലൂടെയാണ് എന്നീ വചനം അറിയിക്കുന്നുണ്ടെന്ന്. അതായത് അള്ളാന്റെ തൃപ്തി കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ, അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേഗം വേഗം ചെയ്യുക, ഡിലേ ആക്കാതെ ചെയ്യുക, സമയത്ത് ചെയ്യുക, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? ഉദാഹരണത്തിന് 5 വക്ത് നിസ്കാരം അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കാം. അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഡിലേ ആയിരുന്നു. ലുഹറിന് തന്നെ, അസറിന് തന്നെ, മഗ്രിബിന് തന്നെ. അതുകൊണ്ടാണ് ശറഈയായ വിധികൾ, ദീനിന്റെ വിധികൾ നമ്മോട് ആവശ്യപ്പെടുന്നതിനായി മുന്നോട്ട് വരിക, മുൻകടന്നു വരിക, ധൃതിപ്പെട്ട് മുന്നേറുക, വേഗതയിലാക്കുക എന്നിങ്ങനെ അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ അല്ലാഹു തആല ഖുർആനിൽ ഉപയോഗിച്ചു. എന്താ? ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹ് പറഞ്ഞതാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവെ പറ്റിയുള്ള ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. എന്താ ഉദാഹരണം? മിമ്പറാണ്, ഖുതുബയാണ്. പെട്ടെന്ന് നിങ്ങൾ ഖുതുബയിലേക്ക് വരണം എന്നാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാ. വേറെ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർദ്. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. അവിടെ കണ്ടോ അതേ പദം വീണ്ടും കാണാം. സൂറത്ത് 57-ാം അധ്യായം 21-ാമത്തെ ആയത്തിൽ, സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരുവിൻ. എത്രത്തോളം! വീണ്ടും കാണാം അല്ലാഹുവിന്റെ ഖുർആനിൽ, ഫസ്തബിഖുൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ചു മുന്നേറുക. വേറെ ആയത്ത് കാണാം, ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലുക. ഇങ്ങനെ നിരവധി വചനങ്ങൾ. ഈ വചനങ്ങളിലൊക്കെ കാണുന്നത് എന്താ? നന്മകളിലേക്ക് ധൃതി കാണിക്കാനുള്ള കൽപ്പനകളാണ്. നന്മകളിലേക്ക് ധൃതി കാണിക്കാനുള്ള കൽപ്പന. അങ്ങനെ പറഞ്ഞാൽ എന്താ? നന്മയുടെ കാര്യത്തിൽ ഉത്സാഹം ഉണ്ടാകണം. നന്മയൊന്നും ഡിലേ ആകരുത്. നമ്മളെ കാര്യത്തിലൊക്കെ പ്രശ്നം വെച്ചാൽ നന്മയൊക്കെ നമ്മൾ ഡിലേ ആക്കി വെക്കും. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം തന്നെ. ഇപ്പൊക്കെ പഠിച്ചാലും ഇങ്ങനെയൊക്കെ കേട്ടാലും ഇങ്ങനെയൊക്കെ നമ്മൾ ഇബാദത്തെടുത്താലും റമളാൻ മാസം കഴിഞ്ഞ് 6 നോമ്പും കഴിഞ്ഞ്, ചില നാട്ടിലത്തെ ഭാഷ പറഞ്ഞ, കാസർഗോട്ടിന്റെ ഭാഷ പറഞ്ഞ വൈനോമ്പും കഴിഞ്ഞിട്ട്, വൈനോമ്പ് പറഞ്ഞ പിന്നാലെ വരുന്ന നോമ്പ്, അതും കഴിഞ്ഞ് പിന്നെ വരുന്നത് കല്യാണം ഉണ്ടാവും. കല്യാണം, ആ കല്യാണത്തിന്റെ ഒറ്റ ദിവസം പരിച്ചു വെച്ച് നോക്കിയാൽ മതി, അന്നത്തെ പല മുസ്ലിം സ്ത്രീകൾക്കും ളുഹർ നിസ്കാരം ഉണ്ടാവില്ല, അസ്ർ നിസ്കാരം ഉണ്ടാവില്ല. അള്ളാഹ് അതുവരെ പറഞ്ഞെന്താ? ഫസ്തബിഖുൽ ഖൈറാൻ ഫഫിറൂ ഇലല്ലാഹ് എന്നൊക്കെ. ഒരൊറ്റ കല്യാണത്തിന്റെ പേരിൽ ഇബാദത്തുകളെ മാറ്റിവെക്കും. ഇവിടെ വേണ്ടത് എന്താണോ? കല്യാണം നമുക്ക് വേണ്ടത് തന്നെയാണ്, പക്ഷെ ഇബാദത്തോ അത് നിർബന്ധമാണ്.
ഒരിക്കലും നിസ്കാരം കല്യാണത്തിന്റെ പേരിൽ മാറ്റിവെക്കരുത്. സൗകര്യമില്ലേ കല്യാണപ്പരയില്, അവിടുന്ന് ഇറങ്ങിന് പോരാ, എന്നിട്ട് അടുത്ത ഏതെങ്കിലും പള്ളി ഉണ്ടോ നോക്കുക. പള്ളി ഉണ്ടാവൂലേ? പള്ളി ഉണ്ടാവും. സമസ്തക്കാരെ പള്ളി പോലും ബോർഡ് വെച്ചിക്കണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെന്ന്. ഒരു ഷർത്ത് ഒരു വെച്ചിട്ടുണ്ട് യാത്രക്കാരാണെന്ന്. അപ്പൊ നിങ്ങൾ പറയണ ഞങ്ങൾ യാത്രക്കാരെന്ന് പറഞ്ഞാൽ നാലേ കയറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതേ തമാശ പറഞ്ഞതാ, അത് മനസ്സിലായില്ല. ശരി, ഇരിക്കട്ടെ. എവിടെയും സൗകര്യമുണ്ട്. ഇനി ഒന്നുമില്ലേ, കല്യാണ വീട്ടിൽ തന്നെ ഹാളിൽ തന്നെ ഉണ്ടാവും റൂം, പുതിയണ്ണങ്ങൾക്ക് ഒരുങ്ങാനും പുയ്യാപ്പിളക്ക് ഒരുങ്ങാനൊക്കെ. ഏതൊരുക്കം? അതുവരെ ഓളിട്ട ഇസ്ലാമിക കോലം വലിച്ചു മാറ്റിയിട്ട് ബ്യൂട്ടീഷ്യനെ കൊണ്ടുവന്നിട്ട് ആ ശൈത്താൻ കോലം കെട്ടിക്കാൻ റൂം ഉണ്ടാവുമല്ലോ ഓരോ മണ്ഡപത്തിലും, കല്യാണ മണ്ഡപങ്ങളിൽ. ആ കല്യാണ മണ്ഡപത്തിൽ റൂം മതി നിസ്കരിക്കാൻ. നമ്മൾ വിചാരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കണം നന്മകളിലേക്ക് ധൃതി കാണിക്കാനാണ്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിളിക്കുത്തരം നൽകാൻ ഒരിക്കലും അമാന്തം കാണിക്കുന്ന പരലോകത്തേക്കുള്ള കർമ്മങ്ങളിലൊഴികെ എല്ലാ കാര്യത്തിലും സാവകാശമാണെന്ന്. സാവകാശം വേണ്ടാത്ത എവിടേക്കുള്ളൂ? ആഖിറത്തിലേക്കുള്ള കർമ്മങ്ങൾ. അതൊരിക്കലും വൈകിപ്പിക്കരുത്, സമയം തെറ്റിക്കരുത്, നീട്ടിവെക്കരുത്, ആയംകുഴമ്പ നിലപാട് സ്വീകരിക്കരുത്. അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. അങ്ങനെ നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹുബ്ബ് നമ്മുടെ മേലുണ്ടാകുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സഹായിക്കുമാറാകട്ടെ. ശരി, ഇനി 13ാമത്തെ കാര്യം ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനക്കും മറ്റൊക്കെ കിട്ടണം. അതുവരെ അവരത് ശരിയായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അത് നിർത്തണമെങ്കിൽ നിർത്തും ചെയ്യാട്ടോ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, യുവർ ചോയ്സ്. ഇനി പറയണോ നിർത്തണോ? പറയാലേ? പറയണോ? അല്ല, എനിക്ക് എന്താ വെച്ചാലേ നമുക്ക് എന്തായാലും തൊണ്ട അങ്ങനെ തന്നെയാണ്. അത് ഇനിയിപ്പോ അങ്ങ് പോയാലും പോയില്ലല്ലോ അവർ നിൽക്കും. 13ാമത്തെ കാര്യം. ഈ 13 കാര്യം ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? 12 കാര്യം അള്ളാന്റെ ഇഷ്ടം കിട്ടാനുള്ള കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ കുറേ ഉണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ പറഞ്ഞാൽ തീരാത്തത്ര. അത് നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റു ക്ലാസ്സിലൊക്കെ പറയാം ബിദിനില്ല, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നത് അള്ളാഹുവിന്റെ ഹുബ്ബ് കിട്ടാനുള്ള കാര്യമാണ്. ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ വാബിൽ സയ്യിബിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും അള്ളാഹിന്റെ ഇഷ്ടം ഫമൻ അറാദ അൻ യനാല മഹബ്ബത്തില്ലാ, അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ കരസ്ഥമാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിനെ ശീലമാക്കിക്കൊള്ളട്ടെ എന്നാണ്. ദിക്ർ എപ്പോഴും ശീലാകണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 24 മണിക്കൂറും ഉള്ള ഒരു ഇബാദത്താണ് ദിക്റുല്ലാഹി ജല്ല വഅല. വേറെ ഏത് ഇബാദത്തും സമയബന്ധിതമാണ്. നോമ്പിന് സമയമുണ്ട്, നിസ്കാരത്തിന് സമയമുണ്ട്, ഹജ്ജിന് സമയമുണ്ട്, അത് എല്ലാ ഇബാദത്തിനും സമയമുണ്ട്. എന്നാൽ സമയമില്ലാത്ത ഏത് സമയത്തും നിർവഹിക്കാവുന്ന ഒരു ഇബാദത്താണിത് ദിക്റുല്ലാഹ്, അദ്കാറുകൾ. അവിടെ പ്രത്യേകം പറഞ്ഞത് അങ്ങനെ തന്നെ, അല്ലാത്തടത്ത് പറയാത്തത് അങ്ങനെ. അതുകൊണ്ട് ആ ദിക്റിന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ഗൗരവം പാലിക്കേണ്ടതുണ്ട്. കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു സംഗതി ഇമാം ഇബ്നു അബി ഹാത്തിം അദ്ദേഹം തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നിസ്കാരവും ദിക്റുമാകുന്നതാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ വരെ അത് രണ്ടുകൊണ്ടും അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരായത്ത് ദലീലായിട്ട് കൊടുക്കാണ്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വല തക്ഫുറൂൻ. ആകയാൽ എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കുന്നതാണ്. എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കരുത് എന്ന് സൂറത്ത് ബഖറയുടെ 152-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹിനെ ഓർക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കാൻ. അങ്ങനെ അള്ളാഹിനെ ഓർത്താൽ എന്താ മെച്ചം? അള്ളാഹിനെ ഓർത്താൽ അള്ളാഹുവിന്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഹുബ്ബ് നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് ദിക്റുല്ലാഹി ജല്ല വഅല. എത്രത്തോളം അറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുമാ നബിയോട് അള്ളാഹുവിനോട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം, ഇഷ്ടമുള്ള കർമ്മം ഏതാന്ന് ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കർമ്മം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? നബി പറഞ്ഞ വാക്കെന്തറിയോ? സിൽസിലത്തു സ്വഹീഹയിൽ അല്ലാമ അൽബാനി 1836-ാമത്തെ നമ്പർ ഹദീത്ത് കൊടുക്കുന്നുണ്ട്. അൻ തമൂത വലിസാനുക റത്ബും മിൻ ദിക്രില്ലാഹി തആല. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിനാൽ
സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണം വരിക്കുക എന്നതാണ്. അത് വല്ലാത്തൊരു വാക്കാണത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നിന്റെ നാവ് പച്ചയാകണം, നനയണം. അങ്ങനെ ഇരിക്കെ നീ മരിക്കലാണ് എന്ത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മം എന്നാണ്. അള്ളാഹു തആല നമുക്ക് ഇതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. വലിയ അനുഗ്രഹമാണത്. 14ാമത്തെ കാര്യം, ഭയഭക്തനും ധനികനും അജ്ഞാതനുമായിട്ടുള്ള ഒരടിയമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ആരെ? ജനത്തിന്റെ മധ്യത്തിൽ കീർത്തിയും അതുപോലെ പുകഴ്ത്തലും അതുപോലെ ബഹുമാനമൊന്നും ആഗ്രഹിക്കാത്ത ഭക്തനായ സമ്പത്തുള്ള അതുപോലെ ആളുകളുടെ മുന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ്യ അൽ ഗനിയ്യ അൽ ഖഫിയ്യ. ഭയഭക്തനായ, മാനസിക ഐശ്വര്യമുള്ളവനായ, രഹസ്യമായി നന്മ ചെയ്യുന്നവനുമായ അടിയാനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അള്ളാഹു ഇക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതൊക്കെ ഏതൊരാൾക്കും കരഗതമാക്കാൻ പറ്റുന്ന എളുപ്പ വഴികളാണ്. 15ാമത്തെ കാര്യം, ഒരു കാര്യം കൃത്യമായി ചെയ്യുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കാര്യം കൃത്യമായി ചെയ്യുക, അത് പതിവായി ചെയ്യുക, അത് നിലനിർത്തുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തൊബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, സ്വീകാര്യോഗ്യമാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുതഖിനഹു. നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ചെയ്യണ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ, അത് എന്ത് ചെയ്യണം? അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ എന്താണ്? ആ ചെയ്യുന്നത് കണിശടിച്ച്, അതായത് ഇബാദത്തുകളിൽ കൃത്യതയും കണിശതയും ഉണ്ടാകണം. കുറച്ചേ ഉള്ളെങ്കിലും, അത് വേറെ ഹദീസുകൾ കാണാം, കുറച്ചേ ഉള്ളെങ്കിലും അത് പതിവായി ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. എന്നും തഹജ്ജുദ് നിസ്കരിക്കാം, എന്നും വിത്ർ നിസ്കരിക്കാം, എന്നും ഖിയാമുൽ ലൈൽ നിസ്കരിക്കാം. 2 റക്അത്താണ് നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കൊരു സംശയം ഉണ്ടാവും. ഇപ്പൊ നമുക്കൊക്കെ സംശയം ഉണ്ടാവും, പ്രത്യേകിച്ച് മുജാഹിദ് ആയിട്ട് വന്ന ആൾക്കാർക്കൊക്കെ എന്തൊരു സംശയം ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് പോകുന്നതുകൊണ്ട് അങ്ങനത്തെ സംശയം കണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പഠിച്ചു വെക്കണ ഫിഖ്ഹിന്റെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. എന്താ സംശയം ഉണ്ടാകുക? 11 റക്അത്ത് തറാവി നിസ്കരിച്ചു, 11 റക്അത്ത് തറാവി നിസ്കരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി, എണീറ്റ് ഇനിയിപ്പോ എന്താ റബ്ബേ കാട്ടുക? എന്താ കാട്ടുക? ഒളു എടുക്കുക, ഒളുവിന്റെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. ഇനി അല്ലെങ്കിലോ തഹജ്ജുദ് നിസ്കരിക്കാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറ്റുമോ? 11-ൽ കൂടുതൽ നിസ്കരിച്ചാൽ ശരിയല്ലല്ലോ. ആരാ പറഞ്ഞത്? അല്ല, പണ്ഡിതന്മാര് പറയില്ലേ? അത് ഒറ്റപ്പെട്ട അഭിപ്രായല്ലേ? ഭൂരിപക്ഷ അഭിപ്രായം എന്താ? ജുംഹൂറിന്റെ പക്ഷം എന്താ? നിർവഹിക്കാം. ഒരു വിത്രേ പറ്റുള്ളൂ എന്ന് മാത്രം. രാത്രിയിൽ ഒരു വിത്രേ ഉള്ളൂ. എന്നാൽ അതും ഇബ്നു ബാസിനെ പോലെ റഹ്മത്തുള്ളാഹി പോലെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത് ഉറങ്ങി എഴുന്നേറ്റാൽ ഓന് വീണ്ടും വിത്ര നിസ്കരിക്കും, ഒരു കുഴപ്പമില്ല. ഒരു തർക്കമില്ലാത്ത വിഷയമാണ് നമ്മുടെ നാട്ടും പുറത്ത് തർക്കിക്കണ വെറുതെ ആവശ്യമില്ലാത്ത. നിങ്ങൾ ഏത് വിഷയവും പഠിക്കുമ്പോഴും ആര് പറയണു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നതിന് എത്ര പഴക്കമുണ്ടെന്നും കൂടി പരിശോധിക്കണം. നല്ലതാണ്. ഈ നമ്മൾ ഇത്ര കാലം പറഞ്ഞതല്ലേ, ഇത്ര കാലം പറഞ്ഞതല്ല ശരി. പാലങ്ങളായിട്ട് ഇവിടെ പറയണത് എന്താന്ന് പരിശോധിക്കണം, തെളിവ് എന്താന്ന് പരിശോധിക്കണം. നമ്മള് അഇമ്മത്തുകൾ മുഴുവനും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, അവിടുന്ന് പോന്നാൽ ശൈഖ് ഉസൈമീൻ, ശൈഖ് ഫൗസാൻ, ശൈഖ് ഇബ്നു ബാസ്, ഇമാം റഹിമഹുല്ലാഹ്, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളൊക്കെ, ഇന്നത്തെ ആധുനിക ലജ്നത്തു ദായിമ, ഫത്വ സമാഹാരങ്ങൾ വിശ്വസിച്ച് നോക്കി നിങ്ങൾ. ഒരാൾക്കും പ്രശ്നമല്ല. പിന്നെ ആർക്കപ്പത്ര പ്രശ്നം? അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഇവിടെ നിസ്കരിക്കൽ അഫ്ളൽ 11 നിങ്ങൾ നിസ്കരിച്ചോളി, ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ. എടീന്ന് പോകാൻ ഞാൻ മതി. എടീന്ന് പോയ എന്താ കുഴപ്പമെന്നറിയോ? ഇമാമിന്റെ കൂടെ മുഴുവൻ നിസ്കരിച്ച, രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയുണ്ട്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ആ നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ഇമാമിന്റെ കൂടെ രാത്രി മുഴുവൻ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയുണ്ട്. അത് വിത്തറോട് കൂടി അവസാനിപ്പിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണെന്നാണ്. അത് നഷ്ടപ്പെടും, അത് കളയണ്ട, അത് കിട്ടും. അത് കിട്ടിയിട്ട് രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? 2 റക്അത്ത്, 4 റക്അത്ത്, 6 റക്അത്ത്, നിങ്ങൾക്ക് എത്ര കഴിയും അത്ര റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചോളി. ഒറ്റയാക്കാതെ മതി. ഒറ്റയാക്കിയാലും വിരോധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാർ പറഞ്ഞ് ഉറങ്ങിയാൽ തന്നെ വിത്തർ ബാത്തിലായി പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഈ വാശി, എന്തിനാ ഈ തർക്കം? ആർക്ക് വേണ്ടിയിട്ടത്? വെറുതെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അപ്പൊ ചെയ്യണത് കൃത്യം ചെയ്യാം. 365 ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവും.
ഒരു റമളാൻ മാസം വന്നാ ബബ്ബ പഠിക്കുക. എന്നോട് മിനിഞ്ഞാന്ന് കൂടി ഒരാൾ വിളിച്ചു ചോദിച്ചു, അല്ല മോനെ ഇനി എന്താ ചെയ്യാ, ഞാൻ എന്നും തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ഇപ്പൊ തറാവി നിസ്കരിച്ചില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. അല്ല അങ്ങനെ പറ്റൂ, അങ്ങനെ പറ്റൂ, ഒരു കുഴപ്പമില്ല. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരാരും വിമർശിച്ചിട്ടില്ല. പറഞ്ഞത് 1-2 ആളുകളാണ്. അവർക്കാകട്ടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ മറുപടി കിട്ടിയിട്ട് മാത്രമല്ല, സൗദി അറേബ്യയിൽ പിന്നെ കാലുത്താൻ സമ്മതിച്ചിട്ടില്ല. അൽബാനി അടക്കം സൗദി അറേബ്യയിൽ പിന്നെ കാലുത്തിയിട്ടില്ല. അത് മറ്റൊരു വിഷയം, ഞാൻ അതിലേക്ക് പോവല്ല. അതൊരു വേറൊരു ചർച്ച. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ തുടരുക, അദ്കാറുകൾ തുടർത്തുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമ്മൾ ഖുത്ബയിലും പറഞ്ഞു, നമ്മൾ ഉമ്മ ആയിഷ ബീവി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആയിഷ ഇന്നല്ലാഹ റഫീഖുൻ. ആയിഷ, അല്ലാഹു സൗമ്യനാണ്. എന്തൊരു വാക്കാണത്! അല്ലാഹു സൗമ്യനാണ്. യുഹിബ്ബുർ റിഫ്ഖ, അവൻ സൗമ്യതയെ ഇഷ്ടപ്പെടുന്നു. ആയിഷ, വയുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫി വമാ ലാ യുഅതി അലാ മാ സിവാ. പാരുഷ്യത്തിന് നൽകാത്തത് അവൻ സൗമ്യതക്ക് നൽകുന്നു, മറ്റൊന്നിനും നൽകാത്തത് അവൻ സൗമ്യതക്ക് നൽകും ആയിഷ എന്ന് നബി പഠിപ്പിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിലെ 2593 ഹദീസാണ്. ഇവിടെ പോയിന്റ് എന്താണ് അറിയോ? റഫീഖുൻ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ. അല്ലാഹു സൗമ്യനാണ്. സൗമ്യതയുള്ളവരെ, സൗമ്യത കാണിക്കുന്നവരെ, സൗമ്യത പാലിക്കുന്നവരെ, സൗമ്യത ജീവിതത്തിന്റെ ഒരു ഐഡന്റിറ്റിയായി കൊണ്ടു നടക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ബാക്കി നമ്മൾ മിമ്പർമെന്ന് പറഞ്ഞ ഹദീസുണ്ട്, അവിടേക്ക് നിങ്ങളൊന്ന് കൂട്ടി വായിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും ഇനിയുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ എഴുതി വെച്ചത് തന്നെ ഏകദേശം 20-ലധികം ഉണ്ട്. ഇപ്പം നമ്മൾ 10-15-16 പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് പറയാനുണ്ട്. ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും ഇനി നമ്മൾ ശേഷം പഠിക്കുന്നതുമൊക്കെയായ ഏതൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ജീവിതത്തിൽ അമലാക്കി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരു നിമിഷം വരെ നാം അനുഷ്ഠിച്ച എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ദുഷ്കർമ്മങ്ങളും അള്ളാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദാമ്പത്യം, കുടുംബജീവിതം, സാമൂഹിക ബന്ധങ്ങൾ എല്ലായിടത്തും അള്ളാഹു നല്ല കെട്ടുറപ്പും ഐക്യവും നൽകി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളോടും മക്കളോടും സൗമ്യമായി, റിഫ്ഖോടുകൂടി, അലിവോടുകൂടി, സൗമ്യതയോടുകൂടി വർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. മാതാപിതാക്കളോട് സൗമ്യതയോടുകൂടി പെരുമാറാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ക്രൂരതയും പരുഷതയും അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.